So guys, എൻ്റെ പേര് സ്വാതി സുരേഷ്. ഞാനൊരു ACCA affiliate ആണ്. ഞാൻ ലാസ്റ്റ് ഡിസംബർ സെഷനിലാണ് ACCA affiliate ആയത്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർച്ച് 6-ന് AAAയുടെ എക്സാം വരുന്നുണ്ട്. AAA പൊതുവെ എല്ലാവർക്കും അത്യാവശ്യം നല്ല പാടുള്ള ഒരു സബ്ജക്റ്റാണ്. പാസ് പെർസെൻറ്റേജ് നല്ല കുറവാണ്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ AAA പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല എളുപ്പമായിട്ട് തോന്നിയ ഒരു സബ്ജക്റ്റാണ്. അതുപോലെ ലോജിക്ക് മാത്രം നമുക്ക് ബേസ് ചെയ്ത് പാസ്സാവാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ AAAയിൽ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു 6 ടോപ്പിക്സ് ഉണ്ട്. ആ ഒരു 6 ടോപ്പിക്സ് ഒരു അത്യാവശ്യം നല്ലോണം ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് AAA പാസ്സാവാനും പറ്റും. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സും ഒക്കെ പറഞ്ഞു തരാനും പിന്നെ ഒരു ഞാൻ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരു ബേസിക് എക്സാം പ്രിപ്പറേഷൻ പ്ലാനോടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. ഞാനിപ്പോൾ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ബേസിക് നോളജ് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ നമുക്കൊന്ന് നോക്കാം. സോ ഗൈസ്, നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ATXന്റെ പാസ് റേറ്റ് വരുമ്പം 39%-ന് 49%. ഒരു 1 ഇയറിൽ നിന്നാണ് നമുക്ക് ഇത്രയും ഗ്രോത്ത് വരുന്നത്. ഏറ്റവും ആൾക്കാർ പറയുന്ന പാടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ATXനാണ്. 39 മുതൽ 49% വരെ പാസ് പെർസെൻറ്റേജ് ഉള്ളത്. പിന്നുള്ളത് AFM ആണെങ്കിൽ 41 മുതൽ 45 വരെ ഒരു ഒറ്റ വർഷം കൊണ്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് പാസ് പെർസെൻറ്റേജ് കാണിച്ചേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ APMനും AAAക്ക് ഈ രണ്ട് പേപ്പറാണ് ഞാൻ എടുത്തത്. അതിന് രണ്ടിനും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 33-34 APMനും AAAക്ക് 32-34 പാസ് പെർസെൻറ്റേജ് വരുന്നുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞ വെച്ച് നോക്കുവാണെങ്കിൽ ഈ 2 പേപ്പറാണ് ഏറ്റവും എളുപ്പമുള്ള പേപ്പറുകൾ. കാരണം ഈ 2 ATX AFMും പോർഷൻ ഭയങ്കര പോർഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ പാസ്സാകാൻ പറ്റും. പക്ഷെ APMും AAAയും ഇതെന്താ നിങ്ങളെ മെനക്കെട്ടിരുന്ന് പഠിക്കുന്നതിനെ കുറിച്ചല്ല, ആ ലോജിക്ക് ക്ലിക്ക് ആവുന്ന എങ്ങനെ എന്നുള്ളത് അതാണ് മെയിൻ കാര്യം. ആ ലോജിക്ക് ക്ലിക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും നോക്കിയില്ലെങ്കിൽ നമുക്ക് ബേസിക് നോളജ് എന്ന് വെച്ചാൽ കോമൺ സെൻസ് വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അത് മതി. AAAക്ക് പാസ്സാവാൻ APM അത് മതി. ഏറ്റവും ഈ ഒരു കാര്യം വരുന്നതെന്ന് പറയുന്നത് AAAക്കാണ്. AAAക്ക് ഒരു വർഷം കൊണ്ട് യാതൊരു വേരിയേഷനും വരുന്നില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ആസ് യു ഓൾ നോ അതാണ്ട് AAAയുടെ ബേസിക് ഒരു 5. ഞാനിപ്പോൾ ഇത് 5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. 6 ശരിക്കും ഉണ്ട്. 6 എന്ന് പറയുമ്പം ഇതാ വരുന്നത് നമ്മുടെ ബിസിനസ് റിസ്ക് വരുന്നത്. ബിസിനസ് റിസ്ക് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഇതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസിന്റെ ഗോയിങ് കൺസേൺ, ബിസിനസിന്റെ എഫക്റ്റീവ് ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന സംഭവങ്ങൾ, അത്രേ ബിസിനസ് റിസ്ക് വരാറുള്ളൂ. പിന്നെ കുറച്ച് അല്ലാത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, അത്ര നമുക്കൊന്ന് ഓടിച്ചു വിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ. ആസ് യു ക്യാൻ സി അതാണ് മെയിൻ പോയിന്റ് ഏരിയാസ്. AAAയിൽ നമ്മൾ മെയിനായിട്ട് 6 പാർട്ടായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് മറ്റേ റെഗുലേറ്ററി എൻവയോൺമെന്റ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്കൽ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പം ഫോളോ ചെയ്യേണ്ട റെഗുലർ ലോസ്, പിന്നെ ഓഡിറ്റിനെ ഗവേണിങ് ചെയ്യുന്ന ലോസ്, പിന്നെ എത്തിക്കൽ കൺസിഡറേഷൻ, എത്തിക്കൽ റിസ്ക്, ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് പ്രാക്ടീസ് മാനേജ്മെന്റ്, ഒരു ഓഡിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്വാളിറ്റീസ്, മറ്റു കാര്യങ്ങൾ, പ്ലാനിങ് ആൻഡ് കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ്, കംപ്ലീഷൻ, റിവ്യൂ ആൻഡ് റിപ്പോർട്ടിംഗ്, അത് ജനറൽ ടോപ്പിക്സ്. ഇതാണ് നമ്മുടെ എക്സാം കിറ്റ് എടുത്ത് നോക്കുമ്പോൾ മെയിനായിട്ട് വരുന്നത് ഈ ഒരു 5 ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് ഇത് ഇങ്ങനെ ഫോക്കസ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഞാൻ ഇത് ഷോർട്ട് ചെയ്തിട്ട് ഈ ഒരു 8 ഏരിയയിലോട്ട് മാറ്റിയിട്ടുണ്ട്. 6 ഞാൻ പറഞ്ഞാലും 8 ഏരിയാസ് വരെ വരുന്നുണ്ട്. ഇതിൽ 6 മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അവസാനം വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്ക്. ഇത് രണ്ടും നമുക്കൊരു ബേസിക് കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ ഫസ്റ്റ് വരുന്ന മണി ലോണ്ടറിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എൻ്റെ ഒരു കൺസിഡറേഷൻ മണി ലോണ്ടറിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എങ്ങനെ പോയാലും കാണും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. AAAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ പോയാലും മിക്കവാറും ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ മാർക്കോട് വരുമ്പം 8 അല്ല 9 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരും മണി ലോണ്ടറിങ്ങിൻ്റെ അത്. പിന്നെ ക്വാളിറ്റി കൺട്രോളിന്റെ മിക്കവാറുള്ള എല്ലാത്തിനും കാണും. ഓഡിറ്റ് റിസ്ക് വരും, എത്തിക്കൽ റിസ്ക് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കാണാൻ വളരെ കുറവാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് ഫോർമാറ്റ് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്ക് അതിനുള്ളിലേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് അത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഓഡിറ്റർ വേറൊരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്തൊരു ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്ന ഫോൾട്സ് ഇപ്പം ഞാൻ പറയാം, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്
നമ്മൾ സാധാരണ എന്താ കറക്റ്റായിട്ട് ഡിസ്ക്ലോഷർ അല്ലെ പ്രസന്റ് ചെയ്ത ഒരു ഐറ്റത്തിന് മാത്രമല്ല എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കാണിക്കും. പക്ഷേ ഇപ്പം എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു ഐറ്റത്തിന് തന്നെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് തരും. അപ്പൊ നമ്മൾ അതിലെ മിസ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു അങ്ങനെ പറയും. അല്ലെങ്കിൽ അതിന്റെ മിസ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിച്ച് എന്തൊക്കെ തെറ്റുകളാണ് വന്നതെന്ന് പറയാൻ പറ്റും. അത്രയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോർമാറ്റ് വരുന്നത്. പിന്നെ മാറ്റേഴ്സ് ടു കൺസിഡർ ഒരു ഓഡിറ്റ് നമുക്ക് ഒരു കുറെ സിറ്റുവേഷൻസ് തരും. ഇതിന് ഒരുമാതിരിപ്പെട്ട എല്ലാം നമുക്ക് കമ്പനിയുടെ ഒരു സിറ്റുവേഷൻ തരും. ആ സിറ്റുവേഷൻ വെച്ച് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും മിക്കവാറുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും വരുന്നത്. പിന്നെന്താ ഓഡിറ്റ് റിപ്പോർട്ട് ഇതേ വരത്തുള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ട് ഫോർമാറ്റ്, മണി ലോണ്ടറിങ്, ക്വാളിറ്റി കൺട്രോൾ എല്ലാം മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്പനിയുടെ സിറ്റുവേഷൻസ് തരും. ആ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് മണി ലോണ്ടറിങ്ങിന്റെ സിറ്റുവേഷൻ, മണി ലോണ്ടറിങ് മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണി ലോണ്ടറിങ്ങിന്റെ ഒരു ഇത് വന്നിട്ട് ഒരു ഇത് തരും, ഒരു കേസ് തരും. എന്നിട്ട് അങ്ങനെ ഒരു സസ്പീഷൻ വരാൻ കാര്യം എന്താണ്, അതൊക്കെയാണ് മണി ലോണ്ടറിങ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അങ്ങനെ നെക്സ്റ്റ് ഇതിലോട്ട് വരുമ്പോൾ പിന്നെ നിങ്ങൾ റിവിഷൻ കിറ്റ് എടുത്ത് നോക്കിയാൽ കാണാം. റിവിഷൻ കിറ്റിന്റെ ഒരു ആദ്യത്തെ ഒരു 4-5 പേജ് നിറച്ച് മറ്റേ ISA സ്റ്റാൻഡേർഡ്സ് തരും. ISA സ്റ്റാൻഡേർഡ്സ് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം തന്നിട്ടുണ്ട്. എല്ലാം ആവശ്യമുള്ളതാണ്, ആവശ്യമില്ല എന്നല്ല. എന്നുവെച്ചാൽ നമുക്ക് AAAയുടെ ബേസിസിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം ഇങ്ങനെ കുത്തിനിറച്ച് തന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ ഇങ്ങനെ ഒരു 2 ഫോർമാറ്റിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പം അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ വന്നേക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ പോയാലും കാണാവുന്ന ISA സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും വരുന്നത്. ഈ ഇത്ര ഏരിയ ആയിരിക്കും നമ്മുടെ ഇതിൽ വരുന്നത്. പിന്നെ നോട്ട് ഇമ്പോർട്ടൻ്റ് വരുന്നത് മറ്റേ കൺസിഡറേഷൻ ആൻഡ് consideration regulations regarding the conduct of an audit and communication with those charges accounts. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ പോലും നമുക്ക് AAAയുടെ പേപ്പറിൽ അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് വരുന്നത്. പിന്നെ ആ കൂടി വരുന്നതെന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് മാത്രം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. പിന്നെ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒക്കെ വേണമെന്നല്ല, പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ വരത്തില്ല. പിന്നെ ഇത് ഒന്നും എഴുതുന്നതിന്, ഈ ISA സ്റ്റാൻഡേർഡ്സ് ഒന്നും എഴുതുന്നതിന് പ്രത്യേകിച്ച് ഒരു മാർക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ISA സ്റ്റാൻഡേർഡ്സ് അറിയത്തില്ല എന്നുള്ള ഒരു ബേസിസിൽ മാത്രം നിങ്ങൾ ISA സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള ഒരു കാരണത്താൽ നിങ്ങൾ എക്സാം പൊട്ടു എന്നുള്ള ഒരു തോന്നൽ വരരുത്. കാരണം ISA സ്റ്റാൻഡേർഡ്സ് എഴുതുന്നതിന് പ്രത്യേകിച്ച് ഒരു മാർക്കും ഇല്ല. പിന്നെ ഇതൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റൈറ്റ് ഓൺ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ആ ഫസ്റ്റ് മെയിൻ ടോപ്പിക് എന്ന് പറയുമ്പോൾ മണി ലോണ്ടറിങ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു കമ്പനിയുടെ ഇല്ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന മണി, അത് നമ്മുടെ ലെജിറ്റിമേറ്റ് സോഴ്സ് ബിസിനസ്സുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ഈ ലെജിറ്റിമേറ്റ് ബിസിനസ് ഇൻകം ആയിട്ട് കാണിക്കുന്നത്. കൺവേർട്ടിംഗ് മണി ഫ്രം ലെജിറ്റിമേറ്റ് സോഴ്സസ് ഇൻടു ഗുഡ് മണി ബൈ മിക്സിംഗ് ഇറ്റ് വിത്ത് ലെജിറ്റിമേറ്റ് ബിസിനസ് ഇൻകം. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് എനിക്കൊരു ഇൻകം കിട്ടുന്നു. പക്ഷെ എനിക്ക് അതെന്തായാലും ഒരിക്കലും റെഗുലർ ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പം അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പല പ്രോസസ്സിലൂടെ അത് എൻ്റെ ബിസിനസ്സിൽ ഞാൻ എന്ത് ചെയ്യും, വേറെ ആൾ ചോദിക്കാൻ പറയും, ഞാനത് ബിസിനസ് ഇൻകത്തിൽ നിന്ന് എൻ്റെ വേറൊരു ബിസിനസ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഇൻകം എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പം നമ്മൾ മണി ലോണ്ടറിങ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 3 പ്രോസസ്സിൽ കൂടെ നമ്മൾ എപ്പോഴും മണി ലോണ്ടറിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും മണി ലോണ്ടറിങ് സിറ്റുവേഷൻ തരുവാണെങ്കിൽ എപ്പോഴും ഈ ഒരു 3 പ്രോസസ്സിൽ നമ്മളെപ്പോഴും അത് ഡിവൈഡ് ചെയ്യണം. ഇപ്പം പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഗുഡ് മണി, പ്ലേസിങ് ഗുഡ് മണി വിത്ത് ബാഡ് മണി എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കെട്ട് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കെട്ട് നോട്ടും എൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ് ഇൻകത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വെച്ച ഒരു കെട്ട് 500 2 കെട്ട് നോട്ടിരിപ്പുണ്ട്. അത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ no one can tell the difference between that two. അത്രേ ഉള്ളൂ സംഭവം. പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുമിച്ച് വെക്കുക എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ലെയറിങ് എന്ന് പറയുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ വേറൊരാള് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മണ്ടയിൽ
പല പല പ്രോസസ്സ് വെക്കും. ഇപ്പം സംഭവം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഇവിടുന്ന് ഒരു ഇൻകം കിട്ടി. അപ്പം ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ ബിസിനസ് ഇൻകത്തിലേക്ക് ഡയറക്റ്റ് എൻ്റെ ബിസിനസ് ഇൻകത്തിലേക്ക് അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ബിസിനസ് വാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെക്ടേറ്റേഴ്സ് കാണുമല്ലോ എല്ലാ ബിസിനസ്സിനും. അപ്പം വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്കാണെങ്കിൽ ഊഹിക്കാം. കാരണം എനിക്ക് അത്രയും ഇൻകം ഡെവലപ്പ് ചെയ്യാനുള്ള അതിന് മാത്രമുള്ള ബിസിനസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അതിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പൊ പാരവെക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പാരവെക്കും, അങ്ങനെ കുറെ പരിപാടി ചെയ്യും. അങ്ങനെ പക്ഷെ ഇപ്പം അതേസമയം ഞാൻ ഓവർസീസിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഓവർസീസ് ബിസിനസ് ചെയ്യുന്നു എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുകയെന്ന് പറയുക, അതിൽ നിന്നില്ല. അപ്പം അവിടെ എന്താ എൻ്റെ ബിസിനസ്, അവിടെ എന്താ എനിക്ക് ലാഭം എന്നൊന്നും ഇവിടെ ഒരാൾക്കും അങ്ങനെ ഒരു ബേസിക് ഐഡിയ ഒന്നുമില്ല. അപ്പൊ എനിക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതിനെയാണ് ലെയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കള്ളത്തരത്തിന്റെ മണ്ടയ്ക്ക് ലേയേഴ്സ് ഫോം ചെയ്ത് വെക്കും എന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റേറ്റിംഗ് ലേയേഴ്സ് സോ ആസ് ടു മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ് മണി. ഇത്രയുള്ള സംഭവം. പിന്നെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പം ഈ എന്ന് വെച്ചാൽ ഞാൻ ഫോണിലേക്ക് പൈസ റിസീവ് ചെയ്തു, അവിടുത്തെ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇത് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ആ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് ഞാൻ ഇൻകം ഏൺ ചെയ്തു. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ ലെജിറ്റിമേറ്റ് മണിയാവും. അത്രേ ഉള്ളൂ. അതാണ് ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ മിക്സ് ചെയ്ത് അത് ഗുഡ് മണിയായി ലെജിറ്റിമേറ്റ് മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് ആ പ്രോസസ്സിലേക്ക് പോകുന്നതിനെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ പ്രോസസ്സ് പോലെ തന്നെ ഡേർട്ടി മണി വാഷിംഗ് മെഷീൻ്റെ അകത്ത് വെക്കുന്നതിന് പ്ലേസ്മെന്റ്, ക്ലീനിങ് പ്രോസസ്സിനെ ലെയറിങ്, പുറത്ത് വരുന്നതിന് ഇന്റഗ്രേഷൻ, അങ്ങനെ 3 പ്രോസസ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ഡിഫറൻസ് ഇല്ല. പക്ഷെ ഇത് നല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും ഈ ഒരു 3 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ എപ്പോഴും പറയാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ അതിനാണ് മാർക്ക്. അല്ലാതെ നിങ്ങൾ ചുമ്മാ മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിന്റെ പ്രോസസ്സ് എഴുതി വെച്ചിട്ട് എന്ന് വെച്ചാൽ മണി ലോണ്ടറിങ് ചുമ്മാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഈ ഒരു 3 പ്രോസസ്സിലേക്ക് അതിനെ കൊണ്ടുവരണം. എന്നിട്ട് ആ 3 പ്രോസസ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അത് അതിന്റെ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ക്യാഷ് ബേസ്ഡ് ബിസിനസ് പറയുകയാണെങ്കിൽ മെയിൻ സസ്പീഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മാനിപ്പുലേഷൻ എളുപ്പമാണ്. ഇപ്പം എനിക്ക് ഒരു ഇതിന്റെ അത് പറഞ്ഞ ഒരു തിയേറ്റർ ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഇനി അതൊരു ക്യാഷ് സെയിൽസ്, ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് വാങ്ങിക്കുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ആണ്. അപ്പൊ എനിക്ക് എളുപ്പമാണ്. എന്റെ ടിൽറ്റ് ബാലൻസിലോട്ട് എനിക്ക് അതൊന്ന് ആഡ് ചെയ്താൽ മതി. ലെജിറ്റിമേറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന മണി എന്റെ അന്നത്തെ ഡെയിലി കളക്ഷൻ അല്ലെങ്കിൽ ഡെയിലി ഇൻകം ആയിട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതേസമയം ഇപ്പം എനിക്ക് ഇപ്പൊ ത്രൂ ചെക്ക് അല്ലെങ്കിൽ ത്രൂ ബാങ്ക് മാത്രമേ ഞാൻ ട്രാൻസാക്ഷൻസ് മൊത്തം നടത്താറുള്ളൂ. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഈസിലി ട്രാക്കബിൾ ആണ്. അപ്പൊ എങ്ങനെ പോയാലും ക്യാഷ് ബേസ്ഡ് സിസ്റ്റം ക്യാഷ് ബേസ്ഡ് ആണോ അല്ലെ ക്യാഷ് ബേസ്ഡ് എന്ന് ചിലപ്പോൾ എടുത്തു പറയത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്യാഷ് ബേസ്ഡ് സിസ്റ്റം ആണെങ്കിൽ ഉറപ്പിച്ച അവിടെ മണി ലോണ്ടറിങ് ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഓണർ മാനേജ്ഡ് ബിസിനസ് എന്ന് വെച്ചാൽ ക്യാഷ് ബാലൻസസ് ഫുള്ള് ഓണർ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്യാഷിന്റെ ട്രാൻസാക്ഷൻസ് പിന്നെ ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതല്ല അങ്ങനെ ക്യാഷ് റിലേറ്റഡ് അല്ലെങ്കിൽ മെയിൻലി ആ ബിസിനസ് ഫുള്ളി മാനേജ് ചെയ്യുന്നത് ഓണർ മാനേജറാണ്. ഒരു പ്രൈവറ്റ് പ്രൊപ്പറേറ്റർഷിപ്പ് പോലൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഇതേ സെയിം സിറ്റുവേഷൻ വരുന്നത്. പിന്നെ ഡിഫറൻസസ് ഇൻ ക്യാഷ് ബാലൻസസ് ആൻഡ് എവിഡൻസസ് ഓഫ് ക്യാഷ് റിസീപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ അതിന്റെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാഷ് ബാലൻസ് ഇയറിന്റെ ക്യാഷ് ബാലൻസ് നോക്കുമ്പോൾ ഒരു തുകയാണ്. പക്ഷെ നമ്മുടെ ടിൽറ്റ് റെസീപ്റ്റ് നമ്മുടെ കൗണ്ടർ റെസീപ്റ്റ്സ് നോക്കുമ്പോൾ ഇത്രയും ഒരു ഇൻകം കാണിക്കുന്നില്ല. അപ്പം എപ്പോഴായാലും നമ്മൾ അതൊരു ഓവർ സ്റ്റേറ്റഡ് ആണ്. ഓവർ സ്റ്റേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും അതിന്റെ ഒരു മണി ലോണ്ടറിങ്ങിന്റെ ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതേ സെയിം സംഭവമാണ്, മറ്റേ ലെയറിങ്ങും ഇന്റഗ്രേഷനും. എന്ന് വെച്ചാൽ നമ്മൾ ഇതേ സെയിം ഇൻകം പുറത്തേക്ക് അയക്കുന്നു, അവിടുന്ന് അത് ലെജിറ്റിമേറ്റ് മണി ആയിട്ട് വരുന്നത്. അതാണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയിട്ട് കണ്ടുള്ളൂ. മെയിനായിട്ട് മണി ലോണ്ടറിങ്ങിന്റെ കേസസിൽ വരുന്നത്. മണി ലോണ്ടറിങ് മെയിനായിട്ട് ഈ ഒരു 3 കേസസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ വേസ് ഓഫ് ഐഡന്റിഫൈങ്
മണി ലോണ്ടറിങ് എന്ന് വെച്ചാൽ ഒരു മണി ലോണ്ടറിങ് നടക്കുന്നുണ്ടെന്നൊരു നമുക്കൊരു എന്താ ഒരു ഡൗട്ട് വരാനുള്ള കാരണങ്ങൾ ഇപ്പം എല്ലാ ഓവർസീസ് ബിസിനസ്സും മണി ലോണ്ടറിങ് ചെയ്യുമെന്നല്ല, എന്നാലും നമുക്ക് ഒരു മണി ലോണ്ടറിങ് എന്ന് വെച്ചാൽ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ട്രിപ്പിളയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും നമുക്ക് ഒരു ബേസിക് കോൺസെപ്റ്റ് അല്ലേ സ്കെപ്റ്റിസിസം. അതാണ് ട്രിപ്പിളയുടെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്കെപ്റ്റിസിസം ആണ്. കാരണം എന്താ നമ്മളെപ്പോഴും കുറ്റം പറയാൻ, ശരിക്കും ഞാൻ ട്രിപ്പിളെ പാസ്സാവാണ് നമ്മൾ കുറ്റം പറയാൻ പഠിച്ചാൽ മതി. നമ്മൾ എന്താ അവരെന്ത് ക്വസ്റ്റ്യൻ പേപ്പറുകാർ എന്ത് തരുന്നോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതണം, അതിനപ്പുറം ഒന്നും വരത്തില്ല ട്രിപ്പിളയിൽ. എന്ന് വെച്ചാൽ അവർ തരുന്ന സ്റ്റാൻഡേർഡ് സെറ്റ് ആയിരിക്കും. നിങ്ങൾ ഈ എന്താ PP, ലീസ്, ഹെൽഡ് ഫോർ സെയിൽ, അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ, ഇതെല്ലാം ഇതിന്റെ ഓരോ സ്റ്റാൻഡേർഡ്സും അരച്ച് ഇടക്കി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവര് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സിറ്റുവേഷൻസ് ഇല്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ശരിക്കുള്ള ആൻസർ. അത് അത്രേ വരത്തുള്ളൂ. കാരണം തെറ്റുകൾ മാത്രമേ അവർ തരത്തുള്ളൂ. കാരണം അവർക്ക് എന്താ പിന്നെ ഒരു പാറ്റേൺ ഉണ്ട്, ആ ഒരു പാറ്റേൺ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പാടുമില്ല. പാറ്റേണിലേ വരും. കാരണം ട്രിപ്പിളയുടെ റിസോഴ്സസ് ഫുള്ളി എക്സോസ്റ്റഡ് ആണ്. ഇപ്പം ഞാൻ ആദ്യമേ ഇത് നോക്കുമ്പോഴേ എനിക്ക് ആദ്യം കിറ്റ് നോക്കിയപ്പോൾ ഞാനാണെങ്കിൽ ഒരു ലാസ്റ്റ് 20 days ഞാൻ പഠിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ലാസ്റ്റ് 20 days ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നല്ല പാടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ ക്ലാസ് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഫുള്ള് സെൽഫ് സ്റ്റഡി ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഒരു മെന്ററിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ്, പക്ഷെ എനിക്ക് പിന്നെ ആ ക്ലാസ് കണ്ടിന്യൂസ് കേൾക്കാൻ പറ്റിയില്ല. കുറെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ അവസാനം ശരിക്കും പറഞ്ഞാൽ എഴുതുന്നില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും എക്സാം ബുക്ക് ചെയ്തു എന്നാൽ പിന്നെ എഴുതിയേക്കാം വിചാരിച്ചിട്ട് ലാസ്റ്റ് 20 days ഒക്കെ ആയപ്പം കിറ്റ് എടുത്ത് നോക്കിയപ്പം ഒന്നും മനസ്സിലായില്ല. ആദ്യത്തെ ഒരു തവണ വായിച്ചു നോക്കിയപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ എന്താ ആദ്യത്തെ ഒരു എന്താ നല്ല പാടെന്ന് വെച്ചാൽ ഞാൻ പറയാം ഒരു 10-15 ദിവസം എടുത്തിട്ടാ എനിക്ക് ആദ്യം ആ കിറ്റൊന്ന് ഫസ്റ്റ് റൗണ്ട് ഒന്ന് റിവൈസ് എന്ന് വെച്ചാൽ ഒന്ന് ഓടിച്ചു വിട്ട് തീർന്നത് തന്നെ. പക്ഷെ സെക്കൻഡ് ടൈം എന്നിട്ട് ഫുള്ളി ഡിപ്രസ്ഡ് ആയിട്ടൊന്ന് രണ്ടാമതൊന്ന് നോക്കിയപ്പോഴാണ് എനിക്കത് കറക്റ്റ് ക്ലിക്കായി. എന്ന് വെച്ചാൽ ആ പാറ്റേൺ ഏതോ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ആ പാറ്റേൺ കറക്റ്റ് ക്ലിക്കായി, ആ ലോജിക് ക്ലിക്കായപ്പോഴാണ് പിന്നെ ഞാൻ ഓടിച്ചു വിട്ട് വായിച്ചു നോക്കി. ഒരു 1-2 നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്ത് നോക്കി. അത് ടൈപ്പിംഗ് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റേ ACCA ഹബോ പിന്നെന്താ നമ്മുടെ ടെക്നിക്കൽ ആർട്ടിക്കിളോ ഒന്നും ഞാൻ അങ്ങനെ വായിച്ചു നോക്കിയിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാവർക്കും അങ്ങനെ യൂസ്ഫുൾ ആവണമെന്നല്ല, പക്ഷെ എനിക്കത് ഭയങ്കര ആ ലോജിക് ക്ലിക്കായതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്. പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ വേസ് ഓഫ് ഐഡന്റിഫൈങ് മണി ലോണ്ടറിങ് ഈ ഒരു 4 കേസസ് മാത്രമേ വരാറുള്ളൂ. മിക്കവാറും ഈ ഒരു 4 കേസസ് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ കാണിച്ചിട്ടുണ്ടോ അത് ഈ മണി ലോണ്ടറിങ്ങിന്റെ ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസിലാണെങ്കിലും മണി ലോണ്ടറിങ്ങിന്റെ കേസസ് പറയാം. കാരണം എന്താ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് എത്തിക്സിനെ ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓഡിറ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല. ഇപ്പൊ എന്താണ് ഇതിനാണെങ്കിൽ ഹിൻസ് ടു ഇൻഡിക്കേറ്റ് മണി ലോണ്ടറിങ്. ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണോ? ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ എങ്ങനെ പോയാലും മണി ലോണ്ടറിങ് 100% ഉറപ്പായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. നമ്മളിപ്പം ലാക്കോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ലാക്കോയുടെ കേസ് അതാണ് യു ആർ എ മാനേജർ ഇൻ ലാക്കോ റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്റ് ഓഫ് ഹെറോൺകോ. എന്താണ് ഓണർ മാനേജ്ഡ് ബിസിനസ്. ഓണർ മാനേജ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നോക്കണ്ട, മണി ലോണ്ടറിങ്ങിന്റെ ഉണ്ട്. താഴോട്ട് വായിച്ച് നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും മണി ലോണ്ടറിങ്ങിന്റെ സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ AAA എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഒന്നും കാണാതെ പഠിച്ചിട്ട് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് പാസ്സാവാനുള്ള എല്ലാം ആ ക്വസ്റ്റ്യനിൽ തന്നെ കാണാം. ആ ക്വസ്റ്റ്യൻ നല്ലോണമൊക്കെ ഒന്ന് വായിച്ച് നല്ലോണമൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ ലോജിക് ക്ലിക്കാവുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, ആ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പാസ്സാവാം. ഈ കേസിലാണെങ്കിൽ ഓണർ മാനേജ് ബിസിനസ്, മണി ലോണ്ടറിങ്ങിന്റെ കേസ്, അതുപോലെ തന്നെ ബിസിനസ് വിച്ച് ഓപ്പറേറ്റ്സ് എ ചെയിൻ ഓഫ് ബാർസ് ആൻഡ് റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാഷ് സെയിൽസ് ആണ്. എന്ന് വെച്ചാൽ അവർ തന്നെ ഇൻഡിക്കേഷൻസ് തരികയാണ്. ഇതുപോലെ ഒന്ന് ഓണർ മാനേജർ ആണ്, ഒന്ന് ക്യാഷ് ബേസ്ഡ് സെയിൽസ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 ഇൻഡിക്കേഷൻസും ഇതിലെങ്ങനെയൊക്കെ വരും. പിന്നെ ദിസ് ഈസ് യുവർ ഫേംസ് ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റിംഗ് ദ ക്ലയന്റ് and the audit for the year under 31st March 2012 is underway. ഫസ്റ്റ് ഇയർ ഓഡിറ്റിംഗ് ദ ക്ലയന്റ്. ഇപ്പം നമ്മുടെ ഓഡിറ്റ് റിസ്ക് വരുവാണെങ്കിൽ ഓഡിറ്റ് റിസ്ക് നമുക്ക് പറയാം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിറ്റിനെ കുറിച്ച് ആ കമ്പനിയെ കുറിച്ച് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പം ചാൻസസ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെ ചെയ്യണമെന്ന് അറിയത്തില്ല. റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ് എത്ര പേരെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ എന്നുവെച്ചാൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൻസേഴ്സും കിട്ടും.
പിന്നെ എന്താ, ഫോളോയിങ് എക്സിബിറ്റ്സ് അവൈലബിൾ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ സ്ക്രീൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ റെലവെന്റ് ടു ദ ക്വസ്റ്റ്യൻ. ഓഡിറ്റ് സീനിയറിന്റെ ഒരു നോട്ട് നിങ്ങൾക്ക് തരും. ഇപ്പം ഇത് ഡബിൾ എയുടെയും ട്രിപ്പിൾ എയുടെയും ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുമ്പം ഡബിൾ എയില് നമ്മളൊരു എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ആരാണെന്ന് അത് ഓൾറെഡി പറയും. എല്ലാ ട്രിപ്പിൾ എയുടെ എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ പൊസിഷൻ ഓൾറെഡി പറഞ്ഞിരിക്കും. അപ്പം യു ആർ ദ മാനേജർ, ഇതിൻ്റെ അകത്ത് യു ആർ ഓഡിറ്റ് മാനേജർ ആണ്. അപ്പം നമ്മൾ എപ്പോഴും സീനിയർ പൊസിഷനിലേക്കാണ്. ഡബിൾ എയിൽ നമ്മൾ ഓഡിറ്റ് അസോസിയേറ്റ് അല്ലെങ്കിൽ കുറച്ച് താഴ്ന്ന പൊസിഷനിലാണെങ്കിൽ, ബേസിക് ഓഡിറ്റർ ആണെങ്കിൽ, നമ്മൾ ട്രിപ്പിൾ എയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടി നേരെ നമ്മൾ ഓഡിറ്റ് സീനിയറിലേക്ക് വരും, സീനിയർ പൊസിഷൻസിലേക്ക് വരും, മാനേജർ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് പാർട്ണർ, ആ ഒരു ലെവലിലേക്ക് വരും. ആ പോയിന്റ് ഓഫ് വ്യൂ വേണം നിങ്ങൾ തിങ്ക് ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഡബിൾ എയിൽ തിങ്ക് ചെയ്ത പോലെ കുറച്ച് ബേസിക് തിങ്കിങ് കൊണ്ട് കാര്യമില്ല. This information should be used to answer the question requirements within the response option. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ, ഇപ്പം P11ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കണം ആൻസർ. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചു പോയി എഴുതാൻ ഇതിന് ഒന്നുമില്ല. When I was ഇപ്പം ഓഡിറ്റ് സീനിയർ നോട്ടാണ്. When I was auditing the revenue, I noticed something strange. Heron cost revenue, which is almost entirely cash based എന്നുള്ള എടുത്തു പറഞ്ഞിരിക്കുന്നു, is recognized at 5.5 million. 5.5 million ക്യാഷ് ബാലൻസ് കാണിക്കുന്നുണ്ട് in the draft financial statement. However, the accounting system shows that the till receipts for the cash paid by the customer amount to only 3.5 million. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ്, ഡിഫറൻസ് ഇൻ ക്യാഷ് ബാലൻസ് ആൻഡ് എവിഡൻസ് ഓഫ് ക്യാഷ് റെസീപ്റ്റ് എന്ന് വെച്ചാൽ ടിൽ റെസീപ്റ്റ്സ് വരുമ്പോൾ ടിൽ റെസീപ്റ്റ്സിൽ 3.5 മില്യൺ എന്നേ വരുന്നുള്ളൂ. ക്യാഷ് ബാലൻസ് നോക്കുമ്പോൾ ഇയർ എൻഡിൽ 5.5 മില്യൺ വരുന്നുണ്ട്. This seemed odd, so I questioned Eva Gull, the financial controller, about this. She said that Jack Heron, the company's owner, deals with the cash receipts and posts the journal entries relating to the cash and revenue. വീണ്ടും സെയിം കേസ്. ഓണർ മാനേജ് ബിസിനസ്, ഓണർ മാനേജ് ദ ക്യാഷ് ബാലൻസ്. ഓണറാണ് ക്യാഷ് മാനേജ് ചെയ്യുന്നത്, ഓണറാണ് ലെഡ്ജർ വരെ ജേണൽസ് വരെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം മിസ്അപ്രോപ്രിയേഷൻസിനുള്ള ചാൻസ് ഇരട്ടിയായിരിക്കും. അതും അത് വേണ്ട നിങ്ങൾക്ക് ഇപ്പം ഇതും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ കേസസിൽ ഇത് പറയാം. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വരുന്ന എല്ലാ ടോപ്പിക്സും കവറായി ആണ് വരുന്നത്. ക്വസ്റ്റ്യനിലുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം, നിങ്ങൾക്ക് ആൻസറിനുള്ള എല്ലാ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എവ ആസ്ക്ഡ് ജാക്ക് the reason for this journalist, but he refused to give an explanation. ഇത് ഓഡിറ്റ് റിസ്ക് ആണ്. എന്ന് വെച്ചാൽ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കറക്റ്റ് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ഓഡിറ്റ് ഫോർമാറ്റിനെ വേണേൽ എഫക്ട് ചെയ്യാം. മെറ്റീരിയൽ ആണോ, ഇപ്പം ഇത് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് മെറ്റീരിയൽ ആണെങ്കിൽ അങ്ങനെ വരും. എല്ലാ ട്രിപ്പിൾ എ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ എ നിങ്ങൾ ഇങ്ങനെ വീതിച്ച് വരത്തില്ല ഒരിക്കലും. എന്ന് വെച്ചാൽ ഒരു ക്ലസ്റ്റർ ആയിട്ടേ വരത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് മിസ്റ്റേറ്റ്മെന്റ് കാണും, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് കാണും, ഓഡിറ്റ് റിസ്ക് കാണും, ബിസിനസ് റിസ്ക് കാണും, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാം കൂടെ വരത്തുള്ളൂ. ഇതിന് ഏതാ ചോദിക്കുന്നതെന്നൊന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയ എല്ലാം ആൻസർ ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമില്ല. അതൊന്നും മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഒരു പാടുമില്ല. While auditing the cash, I noticed a payment of 2 million made by electronic transfer from the company's bank account to an overseas financial institution. Integration part ഓവർസീസിലേക്ക് പേ ചെയ്തു, അതും വരുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് അതേപോലെ ഡിറ്റ് വരുന്നു. ഇതാണ് ഞാൻ ഈ 4 പോയിന്റും ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ക്ലിക്കായ ഒരു പോയിന്റ് ആണത്. എന്ന് വെച്ചാൽ ഈ 4 സിറ്റുവേഷൻസ് വരുന്നുണ്ട്, മണി ലോണ്ടറിങ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്താണിത്. From the companies to the overseas financial institutions. The bank statement showed that the transfer was authorized by Jack Heron. ഓണറാണ് അത് മാനേജ് ചെയ്ത് ഓതറൈസ് ചെയ്തേക്കുന്നത്. വീണ്ടും മണി ലോണ്ടറിങ്ങിന്റെ എവിഡൻസ്. But no other documentation regarding the transfer was available. ഒരു ഡോക്യുമെന്റ്സും ഇല്ല, കാരണം അതിനൊരു ലെജിറ്റിമേറ്റ് സോഴ്സ് ഇല്ല. ഇതേ സെയിം സംഭവം. Alarmed by the size of this transaction and the lack of evidence to support it, I questioned Jack Heron, asked him about the sources of cash receipts and the reason for the returns. If he would not give any answers and become quite aggressive. ഇതാണ് ഇന്റിമിഡേഷൻ ത്രെട്ടാ. ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇന്റിമിഡേഷൻ ത്രെട്ടാ. അതും വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ പോയിന്റ്സും വരുന്നുണ്ട്. അതേപോലെ question, using the information in Exhibit 1, discuss the implications of the circumstances described in the audit senior's note.
ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സർക്കംസ്റ്റൻസസ് എന്ന് വെച്ചാൽ ഈ സീനിയറിന്റെ നോട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, പിന്നെ എന്താ മണി ലോണ്ടറിങ് തന്നെ. പിന്നെ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ഇനി റിപ്പോർട്ടിംഗ് ദാറ്റ് ഷുഡ് ടേക്ക് പ്ലേസ് ബൈ ദ ഓഡിറ്റ് സീനിയർ. നമ്മൾ ഓഡിറ്റ് സീനിയർ, നമ്മൾ മാനേജർ, നമ്മൾ മേലോട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓഡിറ്റ് സീനിയർ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു മണി ലോണ്ടറിങ്ങിന്റെ കേസ് ഓഡിറ്റ് സീനിയർ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് ഡിസ്കസ് ഇംപ്ലിക്കേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ഡിസ്കസ്ഡ് ഇൻ ദ ഓഡിറ്റ് സീനിയേഴ്സ് നോട്ട്. ഏത് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും നിങ്ങൾ ആദ്യം വായിച്ചു നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടോപ്പ് ടിപ്സ്. ഈ ആദ്യം നമ്മുടെ ആൻസർ ചുമ്മാ വായിച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് വായിക്കാതെ ആൻസർ വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. വെച്ചാൽ ആൻസർ എന്ന് പറയുമ്പോൾ എന്തോ എപ്പോഴും ഒരു റെഡിമെയ്ഡ് ട്രിപ്പിളയുടെ ആൻസേഴ്സ് നോക്കിയാൽ മതി. എപ്പോഴും റെഡിമെയ്ഡ് ഫോർമാറ്റാ. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയാണേൽ ഇങ്ങനെ എന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടത്തുള്ളൂ. പക്ഷെ ഈ ടോപ്പ് ടിപ്സ് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രോസസ്സ് കറക്റ്റ് ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ആ തിങ്കിങ് പാറ്റേൺ മനസ്സിലാവുന്ന രീതിയാണ്. ഇപ്പം ദിസ് ക്വസ്റ്റ്യൻ എക്സാമിൻ ടു കണക്റ്റഡ് ഇഷ്യൂസ് മണി ലോണ്ടറിംഗ് ആൻഡ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ഞാൻ പറഞ്ഞില്ല സ്കെപ്റ്റിസിസം വരുന്നുണ്ട്. In part A, you need to spot that the money laundering was taking place. If you weren't sure, then requirements to contains a little hint. എപ്പോഴും നമ്മളെ പാസ്സാക്കാനുള്ള എല്ലാ ടിപ്സും അവർ തന്നെ തരും. റെഫറിംഗ് ടു എനി റിപ്പോർട്ടിംഗ്, മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് അങ്ങനെ മാക്സിമം റിപ്പോർട്ടിംഗ്സിനെ കുറിച്ച് പറയുമ്പോൾ മണി ലോണ്ടറിംഗിന്റെ കേസില്ല. This confirms that there is money laundering going on. ഇനി റിപ്പോർട്ടിംഗ് നമ്മൾ എടുക്കേണ്ട ഇനി റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴേ അത് മണി ലോണ്ടറിംഗിന്റെ ഒരു ഹിന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ തരുന്നത്. പാർട്ട് A1 മണി ലോണ്ടറിംഗിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച്. ആസ് മെയിൻലി എ മാറ്റർ ഓഫ് എക്സ്പ്ലെയിനിങ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ സിനേറിയോ. അതാണ് നമ്മൾ ആ സിനേറിയോ അതേപോലെ കഥ പറഞ്ഞു പോകുന്ന പോലെ നമ്മൾ അതേപോലെ അങ്ങ് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് പോയാൽ മതി. എന്ന് വെച്ചാൽ ഈ 3 പ്രോസസ്സിൽ കൂടെ നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് പോകണം. പ്ലേസ്മെന്റ് ചെയ്ത് എങ്ങനെയാണ്, ലെയറിംഗ് ചെയ്ത് എങ്ങനെയാണ്, ഇന്റഗ്രേഷൻ ചെയ്ത് എങ്ങനെയാണ്. You should be aware of 3 stages of money laundering: placement, layering, integration, and could have scored well by simply applying them to the scenario. ആ 3 പ്രോസസ്സിലേക്ക് ഇത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, സുഖമായിട്ട് മാർക്ക് കിട്ടും. But even if you had forgotten what stages you were, you could still have done well by explaining how each bit of the scenario must be given in the മണി ലോണ്ടറിംഗ് റെജ്യൂമെ. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഈ പ്രോസസ്സ് അതേപോലെ അറിയണമെന്നില്ല, എന്നാലും ജസ്റ്റ് അങ്ങ് എഴുതിയാൽ വെച്ചാൽ. എന്ന് വെച്ചാൽ പി ലെവലിന്റെ മെയിൻ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ആൻസറിങ് ഫോർമാറ്റ് ഇല്ല. നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. അത് ജസ്റ്റിഫൈ ചെയ്യുക. ജസ്റ്റിഫൈ എന്ന് എന്ത് പൊട്ടത്തിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ അത് ന്യായീകരിക്കുക. കുറ്റം പറയാൻ AAA പാസ്സാവാൻ കുറ്റം പറയാനും ന്യായീകരിക്കാനും മാത്രം പഠിച്ചാൽ മതി. SBR അതുപോലെ. SBR കുറ്റം പറയണ്ട, SBRന് കുറ്റം പറയണ്ട, ന്യായീകരിക്കാൻ പഠിച്ചാൽ മതി. അങ്ങനെയാണ് എന്തുകൊണ്ടങ്ങനെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അതേപോലെ ന്യായീകരിച്ച് തെള്ളി മറിക്കുക, അത്രേ ഉള്ളൂ. A2 മോർ ഓഫ് എ ടെസ്റ്റ് ഓഫ് നോളജ്. ഇത് നമ്മുടെ നമുക്ക് ഒരു സിനേറിയോ ബേസ്ഡ് അല്ലാതെ നമുക്ക് കാണാൻ പിടിച്ചോണ്ട് പോകാന്നേ ഉള്ളൂ. അല്ലാതെ മറ്റേ മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിനെ കുറിച്ച്. ബട്ട് യു ഷുഡ് ഹാവ് ബീൻ ഏബിൾ ടു റിമെമ്പർ ദാറ്റ് ദ സീനിയർ ഷുഡ് റിപ്പോർട്ട് ടു സബ്സ്ക്രിപ്ഷൻ ടു ദ MLR. എന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഡിറ്റ് ഫേംസിലും MLR വേണം, മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു മണി ലോണ്ടറിംഗിന്റെ കേസ് വന്നു. അപ്പം നമ്മൾ ഉടനെ പോയി കസ്റ്റമർ നോട്ടീസ് പറഞ്ഞതുപോലെ നിങ്ങൾ മണി ലോണ്ടറിങ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സസ്പീഷൻ ഉണ്ടല്ലോ എന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവരൊക്കെ ടിപ്പ് ഓഫ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർക്ക് ആ എവിഡൻസ് എല്ലാം നശിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. നിങ്ങളത് പ്രോപ്പർ ചാനൽ ത്രൂ അതിന്റെ എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കേസായി വരുമ്പോഴത്തേന് ഇവർ ആ എവിഡൻസ് മൊത്തം മുഴുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടിപ്പിംഗ് ഓഫ്. അതേസമയം നമ്മുടെ ഫേമിലെ MLROയോട് റിപ്പോർട്ട് ചെയ്തു, മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറോട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ പിന്നെ നമുക്ക് റിസ്ക് വരുന്നില്ല. ഇല്ല നമ്മൾ ടിപ്പിംഗ് ഓഫിൽ അതും ഒരു ക്രിമിനൽ ഒഫൻസ് തന്നെ, നമുക്കെതിരെ ഇത് വരും. അപ്പൊ ഇപ്പൊ നമ്മൾ MLROക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പുള്ളി എപ്പോഴും ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആയിരിക്കും. അപ്പൊ പുള്ളി അത് ഡിസ്കസ് ചെയ്തിട്ട് പുള്ളി വേണ്ട ഒന്നെങ്കിൽ അത് അതോറിറ്റി അറിയിക്കും, അല്ലെ അതിന്റെ വേണ്ട ഫർദർ പ്രൊസീഡിങ്സ് പുള്ളി എടുത്തോളും. The MLRO then decide what to do about the matter. If you explain this well, then you could have got 2 marks. അല്ലെ 5ഉം 2ഉം വെച്ചാന്ന് തോന്നുന്നു. അങ്ങനെ സുഖമായിട്ട് 7 മാർക്ക് കിട്ടും. പിന്നെ പ്രൊഫഷണൽ മാർക്സ് വരും. The point about tipping off is always a easy marks. അതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തന്നെ മണി ലോണ്ടറിംഗിന്റെ കേസ് വരുമ്പോൾ ഈ 3 പ്രോസസ്സ് പോലെ തന്നെ വരുന്നതാണ്. നമ്മൾ ഒരിക്കലും അവരോട് നേരിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ടിപ്പിംഗ് ഓഫ് അതും ഒന്ന് ഡിസ്കസ് ചെയ്താൽ അത് മാർക്കറ്റ്. ഇറ്റ്സ് വൺ ഓഫ് ദ more important things to be aware of the real world, so the market tends to like when you mention it.
മാർക്കേഴ്സ് ടെൻഡ് ടു ലൈക്ക് ഇറ്റ് വെൻ യു മെൻഷൻ ഇറ്റ്. മാർക്കേഴ്സിന് അപ്പം നിങ്ങൾക്ക് ആ സംഭവം കത്തിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പം തന്നെ കുറച്ച് അവർ കുറച്ചൊന്നായി മാർക്കിങ്ങിന്. ഓൾസോ കാൽക്കുലേറ്റിംഗ് മെറ്റീരിയാലിറ്റി ഇൻ പാർട്ട് സി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ പാർട്ട് A1, most candidates covered a range of points and majority correctly discussed fraud and money laundering. Weaker answers tended to focus on materiality on the cash transfer to overseas and ഇത് ഈ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മണി ലോണ്ടറിങ്ങിന്റെ കേസസിൽ അങ്ങനെ മെറ്റീരിയാലിറ്റി വരത്തില്ല. കാരണം ഇത് മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത്. അതേസമയം നമ്മുടെ ഓഡിറ്റ് റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ റിസ്കിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതെന്തായാലും മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം മെറ്റീരിയാലിറ്റിക്കായിട്ടൊരു മാർക്കുണ്ട്, ഒരു അര മാർക്കല്ലേ, ഒന്നര മാർക്ക് അതിനായിട്ടുണ്ട്. അപ്പൊ പക്ഷേ മണി ലോണ്ടറിങ് അങ്ങനെ വരത്തില്ല. പിന്നെ candidates are reminded that they will often be expected to identify a key issue in the question scenario, and that in a question of this type it is important to stop and think about what is happening in the scenario before rushing to start. എന്നുവെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പോയി അതേപോലെ എഴുതി പകർത്തി വെക്കുന്നതല്ല. നമ്മൾ ആദ്യം നല്ല താറോവായിട്ട് റീഡ് ചെയ്തിട്ട് അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. ഈ പോർഷൻ ഒരിക്കലും മിസ്സാവരുത്. കാരണം ഈ ഒരു പോർഷനാണ് നിങ്ങൾക്ക് ഈ ആൻസർ പോയിന്റിനെക്കാളും നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ഈ ഏറിയാണ്. കാരണം മറ്റേത് പാറ്റേൺ തരുമെങ്കിലും ഇതാണ് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണം, എന്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഏറിയ തരുന്നത് ഇതാ. സോറി, ഞാൻ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തതൊരു ആൻസറിലേക്ക് വരുമ്പോഴേ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്തത് റെഡി അതിലൊരു കറക്റ്റ് ഡിസ്പ്ലേ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം BPP മറ്റേ അല്ലാതെ തുറന്നിട്ട് PDF തുറന്നിട്ട് അങ്ങനെല്ലാതെ കാണിച്ചുതരാം. ഇല്ല, നമുക്ക് എന്താ പറ്റിയെന്നതില്ല. The implications of the circumstances described is that there may be money laundering going on at. ഇതാണ് ഇംപ്ലിക്കേഷൻ, നമ്മൾ റീച്ച് ചെയ്ത കൺക്ലൂഷൻ. ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റീച്ച് ചെയ്ത കൺക്ലൂഷൻ. ഓഡിറ്റ് സീനിയർ എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് മണി ലോണ്ടറിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല. അവന്റെ പല പല സിറ്റുവേഷൻ തരും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോകുക. അതാണ് ഇംപ്ലിക്കേഷൻ ഇസ് ദാറ്റ് there would be money laundering. പിന്നെ മണി ലോണ്ടറിംഗിന്റെ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പോലെ മണി ലോണ്ടറിംഗ് is a process by which criminals may attempt to conceal the origins of proceeds from criminal activity. The aim is to transfer dirty money which can be tied to its criminal origin into clean money which can be spent. The fact that hereon cost revenue is almost entirely cash make it ideal from business for which money laundering resume cash based ആയതുകൊണ്ട്. The aim here would be to transform the dirty money into revenue from legitimate sources. What appears to be happening here is that legitimate cash receipts of 3.5 million would be topped up with 2 million dirty money. എന്നുവെച്ചാൽ 3.5 million ശരിക്കുള്ള ക്യാഷിന്റെ കൂടെ 2 million ക്രിമിനൽ സോഴ്സസിൽ നിന്ന് വരുന്ന മണിയും കൂടെ ആഡ് ചെയ്തിട്ട് റെസീവ്സ് ആയിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ദിസ് ഈസ് എ പ്ലേസ്മെന്റ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിങ്. ഇനി നമ്മൾ 3 പ്രോസസ്സിലേക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യും. പ്ലേസ്മെന്റ് സ്റ്റേജ്, ഫസ്റ്റ് പ്ലേസ്മെന്റ് സ്റ്റേജ്, ഈ ടിൽറ്റ് മണിയിലേക്ക് വെക്കുന്നതിനാണ് പ്ലേസ്മെന്റ് സ്റ്റേജ്. ദ ഐഡിയ ഓഫ് 5.5 million റവന്യൂ വിൽ ഇവൻച്വലി അപ്പിയർ ലെജിറ്റിമേറ്റ് ആണെന്ന് തോന്നത്തുള്ളൂ. ദ 2 million ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വെളിയിലേക്ക് അയക്കുന്നു. ലെയറിങ്, പല ലെയർ ഇട്ട് ആരും അറിയാത്ത പോലെ സെറ്റ് ചെയ്യുന്നു. അതിനെയാണ് ലെയറിങ് എന്ന് പറയുന്നത്. It aims to maximize the distance between the placement of dirty money and its eventual integration into the financial system. തിരിച്ചത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരുമ്പോൾ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആവും. The fact that this is an overseas transfer only heightens. Overseas transfer ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ മണി ലോണ്ടറിങ് ഉണ്ട്. As the money launderers often move money across national boundaries to make it harder to trace. The fact that Jack Heron has sole responsibility for cash receipts and posting gives him the opportunity to launder money in this way. ഇവിടെ ജാക്ക് ഹെറോൺ ആണ് സോൾ റെസ്പോൺസിബിലിറ്റി ക്യാഷ് റെസീവ്സിന്റെ. പിന്നെ ജേർണൽസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേ ഇതേ സെയിം സംഭവം പുള്ളിക്ക് എഫക്റ്റീവായിട്ട് മണി ലോണ്ടറിങ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളി പറഞ്ഞതിന്റെ അപ്പുറം അവിടെ ഒരു കാര്യമില്ല. The fact that no documentation was available to support the transfer means it is possible that it is done to money launder. പ്രത്യേകിച്ച് ഒരു എവിഡൻസ് ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്താണെന്നൊരു പിടിയില്ല. അപ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും മണി ലോണ്ടറിങ് ഉണ്ട്. The fact that Jack did not answer the senior's question and become aggressive seems to confirm his secrecy. നമ്മൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി തന്നില്ല, അതേപോലെ തന്നെ നമ്മളോട് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോഴേ മനസ്സിലാക്കാം എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. സീനിയർ ഹാസ് ടിപ്ഡ് ഓഫിന്റെ വേർഷൻ വന്നു. സീനിയർ എന്നിട്ട് ചോദിച്ചു ജാക്ക് ഹെറോണിനെ. അപ്പൊ തന്നെ ജാക്കിന് ഒരു ഡൗട്ട് അടിച്ചിട്ട് എവിഡൻസ് മൊത്തം നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ അത് ടിപ്ഡ് ഓഫ് ആയിട്ട് നമ്മളെപ്പോഴും അതോറിറ്റീസ് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ പിന്നെ നമുക്കെതിരെയും കൂടെ കേസ് വരും.
അതെപ്പോഴും എന്താ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ ആയിരിക്കും. A bit of Jack around by questioning him about this itself is an offense. Although it may be argued here that the senior was not aware of that the disclosure could prejudice any future money laundering investigation. എന്താ ഇങ്ങനെ ഒരു ഡൗട്ട് നാളെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് പുള്ളിക്ക് ഇതുകൊണ്ടൊരു ഡൗട്ട് വന്ന് പുള്ളി എവിഡൻസ് മൊത്തം എടുത്ത് കളഞ്ഞെങ്കിൽ നമ്മൾ പുള്ളിയെ സഹായിച്ച പോലെ ആവും. From the point of view of the audit, the amount is very clearly highly material. It is possible that Jack Laco may seek to withdraw from the engagement. However, there is a risk that it could be constituted as tipping. If Jack Heron thinks it is because of the audit firm has suspicion of money laundering, the firm should obtain advice from its legal counsel. Implication എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കൺക്ലൂഷൻ കൊടുക്കണം. ഇപ്പോൾ ഈ കേസസിലാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എൻഗേജ്മെന്റ് ചെയ്യുന്ന വിഡ്രോ ചെയ്യാം. പക്ഷെ വിഡ്രോ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ക്ലയന്റ് പ്രിവിലേജ് അവിടെ നഷ്ടപ്പെടുമ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് അവരെ അതോറിറ്റീസിന് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അപ്പോഴേ അതൊരു ടിപ്പിംഗ് ഓഫ് ആയിട്ട് ഇത് ചെയ്യും. അപ്പോൾ എപ്പോഴും ലീഗൽ അഡ്വൈസ് ഒരുമാതിരിപ്പെട്ട എല്ലാ കേസിലും ലീഗൽ കൗൺസിലിന്റെ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ second portion, the audit senior should report the situation to LACO's money laundering reporting officer. എന്താണ് ഫർദർ റിപ്പോർട്ടിംഗ് ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്ത് റിപ്പോർട്ടിംഗ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറോട് റിപ്പോർട്ട് ചെയ്യണം. MLRO is the internal person responsible for receiving and evaluating reports of suspected money laundering. മണി ലോണ്ടറിംഗുമായിട്ട് ബന്ധപ്പെട്ട എന്ത് റിപ്പോർട്ട്സും സസ്പീഷൻസും ഒക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ട ആളാണ്. ആൻഡ് ഫോർ മേക്കിംഗ് എനി റിപ്പോർട്ട്സ് ടു ദ എക്സ്റ്റേണൽ ബോഡീസ്. നമ്മൾ ഡയറക്റ്റ്ലി എക്സ്റ്റേണൽ ബോഡീസിനോടൊന്നും പറയാൻ പറ്റത്തില്ല. പുള്ളിയോട് ആദ്യം നമ്മൾ അഡ്വൈസ് ചെയ്യണം. പിന്നെ പുള്ളിയാണ് ഫർദർ പ്രൊസീഡിങ്സ് എല്ലാം ചെയ്യുന്നത്. The report would typically include name of the suspect, amount involved, the reason for the suspicion and whereabouts of any laundered money. സസ്പെക്റ്റഡ് ആളിന്റെ കമ്പനിയുടെ പേര് അല്ലെ ആളുടെ പേര്, എത്ര എമൗണ്ട് ഉണ്ട്, അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നാൻ കാര്യമുണ്ടല്ലോ. നമുക്ക് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ക്യാഷ് വേസ്റ്റ് ആണ്, വേരിയേഷൻ ഉണ്ട്, എവിഡൻസ് ഇല്ല, അങ്ങനെ അതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്യും. പിന്നെ വേറെ ബോർഡ്സ് ഇത് എങ്ങോട്ടാ പോയെന്ന് നമുക്കൊരു ബേസിക് ഐഡിയ കാണുമല്ലോ. നമ്മൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫുള്ള് അരിച്ചു പറക്കി തപ്പിയല്ലേ, അന്നേരം നമുക്ക് അതിന്റെ ഒരു ഐഡിയ കാണുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് മസ്റ്റ് ബി മെയ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ ആസ് ഇറ്റ് ഈസ് ആൻ ഒഫൻസ് നോട്ട് ടു റിപ്പോർട്ട് സസ്പെഷൻ ആസ് സൂൺ ആസ് പ്രാക്ടിക്കബിൾ. എന്ന് വെച്ചാൽ നമ്മളിത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒഫൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുള്ളൂ. കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റിപ്പോർട്ട് നമ്മളത് കൺസീൽ ചെയ്യാൻ സഹായിച്ചെന്നായിരിക്കും. ദ സീനിയർ വുഡ് ബി അലൗഡ് ടു ഡിസ്കസ് ഹിസ് സസ്പീഷൻ വിത്ത് ദ ഓഡിറ്റ് മാനേജർ ഇൻ ഓർഡർ ടു അഷ്യൂർ ഹിംസെൽഫ് വിത്ത് ഹിസ് suspicions were reasonable but should alert the MLRO himself. The senior should discuss ഓഡിറ്റ് മാനേജറുമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. സീനിയർ മാനേജറിനായിട്ട് നമ്മൾ അങ്ങനെയായിട്ട് റിപ്പോർട്ട് ചെയ്യും. പിന്നെ MLRO. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിംഗ് പ്രൊസീജിയർ വരുന്നത്. അതേപോലെ അടുത്ത സ്ലൈഡ് വരുമ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് പീച്ചസിന്റെ ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഇതിൽ എടുത്തിട്ടുള്ളൂ. കാരണം അതാ മെയിനായിട്ട് മണി ലോണ്ടറിങ്ങിന്റെ കേസസ് വരുന്നത്. ഞാൻ ആദ്യം മണി ലോണ്ടറിങ് ഫുള്ള് കവറായിട്ട്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മണി ലോണ്ടറിങ് ഫുള്ള് കവറായിട്ട് ബാക്കിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. യു ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ പീച്ചസിന്റെ സി പാർട്ടാണിത്. യു ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഓഡിറ്റ് ഓഫ് Adderley Co, which operates a chain of cinemas across the country. Theatre, cinema, money laundering again. Currently its cinemas are out of date and management is planning to invest in all its cinemas. The company has sufficient cash to fund half of the necessary expenditure. എക്സ്പാൻഷന് വേണ്ടിയിട്ട് പാതി പൈസ അവരുടെ തന്നെ ഉണ്ട്. ബട്ട് ഹാസ് approached its bank with a loan application of 8 million for the remainder of the fund required. The audit strategy for this audit concludes that the company has a relatively higher risk associated with money laundering, largely due to the cash-based nature of its activities. The majority of the customers purchase their cinema tickets and refreshments in cash, and the company transfers its cash to overseas bank money laundering. Evaluate which why Adderley Co has been identified as a high risk. സംഭവം നമുക്ക് ഇതിൽ കിട്ടിയേക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മണി ലോണ്ടറിങ് വരാൻ തോന്നാൻ കാരണം എന്താണ്? അത്
ഫസ്റ്റ് ക്യാഷ് ബേസ്ഡ് ആണ് സംഭവം. പിന്നെ ഓണർ മാനേജർ അല്ല, ക്യാഷ് ബേസ്ഡ് ആണ് എല്ലാ. പിന്നെ ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. അതൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ സിനിമാസ് എല്ലാം ഔട്ട് ഓഫ് ഡേറ്റ് ആണ്, എന്നിട്ട് പോലും 8 മില്യൺ ക്യാഷ് ഉണ്ട്. അപ്പൊ അത് 8 മില്യൺ എന്താ വലിയ അത്ര പ്രോഫിറ്റബിൾ അല്ലാത്തതുകൊണ്ടാണ് അത് ഒരു റിനോവേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് തന്നെ അവരുടെ 8 മില്യൺ ഫണ്ടിങ് ഉണ്ട്. അപ്പൊ അതും ഒരു ഇൻഡിക്കേഷൻ ആണ്. പിന്നെ ഓവർസീസ് ട്രാൻസ്ഫർ, ഇതാണ് എപ്പോഴും നോക്കണം. ഓവർസീസ് ട്രാൻസ്ഫർ, ഇന്റഗ്രേഷൻ, ലെയറിങ് ആൻഡ് ഇന്റഗ്രേഷൻ. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ Part C. On money laundering was quite the requirement in this area. Part 1 of the stages of money laundering was partly pre-learned knowledge in the area is quite interesting by AAA standards and partly application to AAA. If you explained each stage as well, then you only needed to say 2 further things in relation to AAA. പ്രോസസ്സോടുകൂടി തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഈ രണ്ടെണ്ണം സ്ട്രോങ് ഹിൻസ്, ടിക്കറ്റ്സ് പർച്ചേസ് ഇൻ ക്യാഷ്. പർച്ചേസ് എല്ലാം ക്യാഷ് ബേസ്ഡ് ആണ്. പിന്നെ റെഗുലർ ഓവർസീസ് ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞ ഈ 2 പോയിന്റുകളൊന്നും വന്നിട്ടില്ല. പാർട്ട് 2 വാസ് നോളജ് ബേസ്ഡ് ആൻഡ് കീ ഏരിയ ഓഫ് ദ സിലബസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മറ്റു പ്രശ്നമൊന്നുമില്ല. പിന്നെ റെക്കമെൻഡ് എലമെന്റ്സ് ഓഫ് എനി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം വിച്ച് ഓഡിറ്റ് ഫേം ഷുഡ് ഹാവ് ഇൻ പ്ലേസ്. മണി ലോണ്ടറിംഗ് തടയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ഫേം ചെയ്യേണ്ട കാര്യങ്ങൾ, മണി ലോണ്ടറിംഗിന്റെ ആ ഒരു ഇംപ്ലിക്കേഷൻസ് പോലെ. Part C of the question focused on money laundering, and in contrast to the previous sittings where the subject has been examined, the answers were generally a reasonable standard. Most answers were reasonably well attended, and most candidates demonstrated knowledge of the stages of money laundering and elements of money laundering program. The weaker answer tended to simply be too short, limiting the answers that could be awarded. Some answers failed to connect on why has been assessed as a high risk. പിന്നെ എന്താ ഹൈ റിസ്ക് എന്ന് അസസ് ചെയ്തതെന്നുള്ള ഒരു കാരണം കൂടെ ചോദിച്ചിട്ടുണ്ട്. മണി ലോണ്ടറിംഗ് വെച്ച് ഓഡിറ്റ് ഇത്രയും അതാണ് തീർന്നു. പിന്നെ അതാണ് നമ്മൾ ആൻസറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 3 സ്റ്റേജസ്. ഇത് റിപ്പീറ്റേഷൻ ആഫ്റ്റർ റിപ്പീറ്റേഷൻ ആണ് മൊത്തം വരുന്നത്. There are 3 stages of money laundering: placement, layering, integration. Each of these may have seen in the case of hardware. Placement എന്താ? The initial placing of ill-gotten money into the financial system. Cash based ആണെന്ന് പറയുമ്പോഴേ പ്ലേസ്മെന്റ് എന്താ, പ്ലേസ്മെന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ക്യാഷ് ബേസ്ഡ് എന്ന് വെച്ചാൽ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ക്യാഷ് ബേസ്ഡ് ബിസിനസ് provide good cover for this, as it is easier for the criminals to disguise dirty money as clean money. For elderly, it might be possible to place dirty money in the system in the guise of till receipts. Cash based and till receipts in order to mix here, after which it could be mixed with the clean money and subsequently treated as such. Layering overseas. This is the creation of layers of transaction which seeks to disguise എന്ന് വെച്ചാൽ മറയ്ക്കുക, ഡിസ്ഗൈസ് ചെയ്യുക ഒറിജിനൽ ബാഡ് മണിയും ആ പ്രോസസ്സിനെ ഡിസ്ഗൈസ് ചെയ്യുക. ഇൻ ദ പ്രാക്ടീസ് ദിസ് ക്യാൻ ബി സോ കോംപ്ലക്സ് ദാറ്റ് ദ ക്യാഷ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ട്രേസ്. For elderly, the regular transfer of cash into overseas bank account could be a way of introducing complexity to the layering process. Integration. This is the integration of money back into the legitimate economy so that criminals can use it to purchase. For elderly, the use of 8 million of its own cash. And 8 million അവർക്ക് ഫണ്ട് ചെയ്യാൻ 8 million അവരുണ്ടെന്ന് പറയാം. ഈ 8 million അവരുടെ ഒരു സിനിമ തിയേറ്ററിന്റെ ഇൻകം ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലേ? അതേ ഉള്ളൂ. അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത മണി ലെജിറ്റിമേറ്റ് മണിയാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അതാണ് അവർ 8 million ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാത്തിൽ നിന്നും ഒരു ഹിന്റ് കിട്ടും. സെക്കൻഡ് മണി ലോണ്ടറിങ് തടയാൻ ഓഡിറ്റ് ഫേം ചെയ്യേണ്ട കാര്യങ്ങൾ. മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിനെ വെക്കുക. ഷുഡ് അപ്പോയിന്റ് മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ ഹു ഷുഡ്. ഇതും ഫ്രീ ലാൻഡിനുള്ളതാണ്. എപ്പോഴും സെക്കൻഡ് പാർട്ട് മിക്കവാറും ബേസിക് നമ്മൾ കാണാതെ പഠിച്ച അതൊരു സിമ്പിൾ, വലിയ മാർക്കൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഹു ഷുഡ് obtain a money laundering officer who should occupy a senior position for suspicion of money laundering are reported to the MLRO, who then consider whether to pass them on to a suitable regulator. പിന്നെ firm wide elements include training program. നമ്മളെ ഓഡിറ്റ് അസോസിയേറ്റ്സിന് റെഗുലർ ട്രെയിനിങ് കൊടുക്കുക, സ്കെപ്റ്റിസിസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുക, റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പിന്നെ ഈ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക. സോ ദാറ്റ് ദേ ആർ അവെയർ ഓഫ് relevant legislations on what they must do when they suspect money laundering suspect ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. Training should be included money risk factors identify ചെയ്യാൻ so that individuals are better able to spot money laundering.
കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ് എന്ന് വെച്ചാൽ കസ്റ്റമറിനെ സെലക്ട് ചെയ്യും, അവരുടെ ഇന്റഗ്രിറ്റി, അവരുടെ മറ്റേ നോ യുവർ കസ്റ്റമേഴ്സ് പോലെ അവരുടെ ഇന്റഗ്രിറ്റി എന്താണ്, അവരുടെ എന്താ പിന്നെ അവർ ഇതിനു മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കസ്റ്റമേഴ്സിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കസ്റ്റമർ ഡ്യൂ ഡിലിജൻസ്, നോ യുവർ ക്ലയന്റ്, നോ യുവർ കസ്റ്റമർ പോലെ. പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ആൻ ഓഡിറ്റ് ഫേം എസ്റ്റാബ്ലിഷിംഗ് ദ ഐഡന്റിറ്റി ഓഫ് ദ ക്ലയന്റ്, എക്സാമ്പിൾ ത്രൂ പാസ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ സോഴ്സസ് ഓഫ് ദ ക്ലയന്റ് ഇൻകം ആൻഡ് ദ റാഷണൽ ഫോർ ബിസിനസ് ട്രാൻസാക്ഷൻസ്. റെക്കോർഡ്സ്, നമ്മൾ എന്ത് ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിൻ്റെയും റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. മെയിൻ റെക്കോർഡ്സ് ഓഫ് ദ ക്ലയന്റ് ഐഡന്റിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ഡ്യൂ ഡിലിജൻസ് ചെയ്യുമ്പം എന്താ നമ്മൾ കുറേ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുമല്ലോ, ആ ഡേറ്റാസിന്റെ കോപ്പീസ്, അതിന്റെ റെക്കോർഡ്സ് എല്ലാം വേസ്റ്റ് എന്ന് വെച്ചാൽ എന്താ കളയാതെ സൂക്ഷിച്ചു വെക്കുക. എക്സാമ്പിൾ റെസീപ്റ്റ്സ് ഓഫ് പേയ്മെന്റ് ഓഫ് ദ ഓഡിറ്റ് ഫീസ്, ദിസ് മേ ഹെൽപ്പ് ടു എൻഷുർ ദാറ്റ് ദ ഓഡിറ്റർ ഡസ് നോട്ട് അഡ്വേർട്ട്ലി ബിക്കം ഇൻവോൾവ്ഡ് ഇൻ ദ കൺട്രി. അതത്രയും കുഴപ്പമില്ല. പിന്നെ ഇതൊന്നും നോക്ക്, ഞാൻ പറഞ്ഞില്ലേ 7 മാർക്ക് മാക്സിമം 7, 6 to 8 മാർക്ക്, 2 ഇതായിട്ടേ വരത്തുള്ളൂ, 2 പ്രൊഫഷണൽ മാർക്കാണ്. മൊത്തം 25 7, 7, 12 മാർക്ക് ഈ ഒറ്റ പോർഷനിൽ വന്നിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം 12% മാർക്ക് ഇപ്പം തന്നെ കിട്ടി. പിന്നെന്തോ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ അത് ക്ലീൻ കോ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യു ആർ ദ ഓഡിറ്റ് മാനേജർ ഇൻ Thomason and Co., a firm of chartered certified accountant. You have recently been assigned to the audit of CleanCo for the year ended 31st March 2015. കണ്ടല്ലോ, ഓഡിറ്റ് മാനേജർ, വീണ്ടും ഓഡിറ്റ് മാനേജർ. എപ്പോഴും നമുക്ക് സിറ്റുവേഷനും തരും, നമ്മുടെ റോളും തരും. CleanCo is an unlisted company. Unlisted company and has been an audit client of your firm for a number of years. The following exhibits provide the information relevant to the question. Background of information of CleanCo. CleanCo is a national distributor of cleaning products. The company buys the cleaning products from the wholesalers and employs a team of approximately 750 sales staff around the country who sells the company's product to both customer, domestic household and small to medium size business. Around 75% of that are cash-based money laundering. And each of the company's sales staff prepares a cash sales report on a monthly basis. According to CleanCo's chief executive Simon Blankers, and in order of the fosters and entrepreneurial spirit amongst its staff, its staff members, including the senior management, is encouraged to make cash sales and is paid a commission basis to sell the company's product to friends and family. Mr. Blankers led the way with this scheme and recently sold cleaning products with a value of 33. പുള്ളിയാണ് പോളിസി ഉണ്ടാക്കിയത്, പുള്ളി തന്നെ അത്ര ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയതും പുള്ളി തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയത്. വാല്യൂ ഓഫ് 33,000 to a business associate of his. He has transferred these funds directly into an offshore bank account in the company's name, on which he is the sole signatory. And offshore bank account വീണ്ടും cash sales സീനിയർ മാനേജ്മെന്റ് ആണ് മാനേജറാണ് മാനേജ് ചെയ്യുന്നത്. ഓഫ്ഷോർ അക്കൗണ്ട് വീണ്ടും ആയതുകൊണ്ട് സെയിം സോൾ സിഗ്നേറ്ററി പുള്ളിയായിട്ടുള്ള ഫേമിലേക്കാണ് അയച്ചേക്കുന്നത്. ഇവിടെ ഒരു ഇതിന്റെ ഉണ്ട്, എത്തിക്കൽ കൺസിഡറേഷനും ഉണ്ട് മാനേജറിന്റെ. കാരണം പുള്ളിയെ അത് ഇൻഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും. എന്നുവെച്ചാൽ എന്താ പുള്ളി ടിൽ റെസീപ്റ്റ്സ് പുള്ളിയുടെ സെയിൽസ് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഒരു ഫ്രോഡ് കാണിക്കുന്നതാണ്. അവിടെ ഒരു എത്തിക്കൽ കൺസിഡറേഷൻ ഉണ്ട്. Your review of the audit working papers and an initial meeting with Mr. Blanker had identified the following potential issues. Following your review of the audit engagement letter and working papers of taxation section of the audit file, you have established that Thomason Co. performed the taxation implementation for CleanCo and completed the tax return for both the company, Mr. Blankers personally. All the taxation services have been invoiced to CleanCo as a part of the total fee for the audit. Services, Mr. Blankers' personal tax return includes. അങ്ങനെ ഇവിടെ ഇത് വരുന്നുണ്ട്, സെൽഫ് റിവ്യൂ ത്രെട്ട്, എത്തിക്കൽ കൺസിഡറേഷൻ വരുവാണ് സെൽഫ് റിവ്യൂ ത്രെട്ട്. കാരണം നമ്മൾ തന്നെ ടാക്സേഷൻ പ്രിപ്പയർ ചെയ്തു, ഓഡിറ്റിന്റെ സമയത്ത് നമ്മൾ തന്നെ അത് വെരിഫൈ ചെയ്യും, ഒരു എത്തിക്കൽ ത്രെട്ട് തേവുന്നു. പിന്നെ മിസ്റ്റർ ബാങ്കേഴ്സ് പേഴ്സണൽ ടാക്സ് റിട്ടേൺ includes a significant number of transactions involving the purchase and sale of properties in various international locations. എന്താ money laundering in the cases. The taxation working papers include a detailed review of the number of offshore bank account in Mr. Blankers' name. Offshore bank account വീണ്ടും വന്നേക്കുന്നത്. അപ്പോൾ പുള്ളി എങ്ങനെ, എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു കേസിൽ
പുള്ളി ഒന്നെങ്കിൽ പുള്ളി എന്താ കമ്പനിയുടെ മണി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും വരും. എന്തായാലും ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ ആൻസർ കറക്റ്റ് നോക്കിയില്ല. During your initial meeting with bankers, he informed you that CleanCo is planning to develop a new website in order to offer online services to its customers. He has asked Thomas & Co to provide assistance in design and implementation of the system. As a result of the audit review, visited the client's premises. You have learned that the audit team was invited to subsequently attend the annual office party. Office party ഇതാണ് നമ്മുടെ ഫെമിലിയാരിറ്റി ത്രെട്ട് വരും, പിന്നെ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരും, എത്തിക്കൽ ത്രെട്സ് തന്നെ എല്ലാ കേസസും വരുന്നുണ്ട്. അത് മിക്കവാറും ചോദിക്കാനും സാധ്യതയുണ്ട്. കമ്പനിയുടെ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ്, എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ വായിച്ചു പോകുമ്പോൾ കഥയൊക്കെ അകത്തുണ്ട്, എല്ലാ ആൻസറും അതിനകത്തുണ്ട്. ഇവിടെ ഇന്റിമിഡേഷനില്ല, ഫെമിലിയാരിറ്റി വരുന്നുണ്ട്. പിന്നെ the self-interested client provide each member with a voucher of 30 which should be redeemed as a revenue during the party. The audit senior അതും അത് തന്നെ സംഭവം. The audit senior Paula Metcalfe, who has worked on the audit for the last 3 years, has informed you that the audit team has always been encouraged to attend auditor എല്ലാ വർഷവും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫെമിലിയാരിറ്റി ത്രെട്ട് കൺഫേംഡ്. ഡിസ്കസ് ദ ബോർഡ്. ഇപ്പം അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മണി ലോണ്ടറിങ്ങിൻ്റെ ഒരു കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. We're using the information provided in Exhibit 1 and 2 discuss the policies and procedures which Thomas & Co should have in place in relation to anti-money laundering program. നമ്മൾ ഓഡിറ്റ് ഫേം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇവാലുവേറ്റ് വെദർ ദർ ഇസ് ഇൻഡിക്കേറ്റർ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റി. എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്യാം. അതന്നെ ആൻസർ കൺസിഡർ ചെയ്യുമ്പോൾ CleanCo Part A covered money laundering. This is another typical area and one that is required to be on AAA syllabus. Part A is strictly straight knowledge, so you should be looking to score at least 2 out of these 3 marks. But of course, knowledge is a double-edged sword. If you don't know the material, then you are in a difficult position. Part A2 is trying to get you to think about how money laundering might appear. എങ്ങനെ money laundering identify ചെയ്യാം in the real world situation. Although the fact that you are told in the requirements that there may be indicators of money laundering makes it easier to pick them up. What we second appearance anti-money laundering what is Part A. Part A1 asked about discussion of the policies and procedures a firm should have in place. Money laundering, anti-money laundering activities, prevention measures and the most candidates are able to score full marks. Candidates who did not score well, they is simply listed points with no discussion. ഏത് പോയിന്റ് കറക്റ്റ് ആയിട്ട് എന്നുവെച്ചാൽ കറക്റ്റ് ആ ഒരു ഓർഡറിൽ ഡിസ്കസ് ചെയ്ത് കൺഫ്യൂസ് ഓഡിറ്റ് ഫേം വിത്ത് ക്ലയന്റ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ശരിക്കും നമ്മൾ വായിച്ചു നോക്കണം. ഇപ്പൊ ഇതിന്റെ അത് ചോദിച്ചിരിക്കുന്ന ആന്റി മണി ലോണ്ടറിങ് പ്രോഗ്രാം ഏത് എന്താ ഓഡിറ്റ് ഫേമിന് വേണ്ടതാണ്, എന്താ പേര് കറക്റ്റ് വായിച്ചാൽ ഓഡിറ്റ് ഫേമിനാണോ ക്ലയന്റിനാണോ വേണ്ടതെന്ന് നോക്കണം. ക്ലയന്റ് ഇപ്പൊ ഇതിൽ ഓഡിറ്റ് ഫേമാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ നേരെ ക്ലയന്റിന്റെ എഴുതി വെച്ചേക്കില്ല. And discuss the controls over cash sales or places where the client should implement policies. The second requirement say to ask the candidates to evaluate whether there is an indicator of money laundering by the client or system. Indicators identify. Majority of the answers to these requirements were disappointing. Most candidates were able to correctly identify the indicators at the client which might suggest money laundering activities, but not an attempt to explaining or evaluating those indicators. ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഇവാലുവേഷൻ ചെയ്തിട്ടില്ല, അത് കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സിൽ കൂടെ പറഞ്ഞിട്ടില്ല. സിംപ്ലി സ്റ്റേറ്റിംഗ് സെയിൽസ് ആർ ക്യാഷ് ബേസ്ഡ് ഓർ there is an offshore bank account എന്ന് ചുമ്മാ എടുത്തു പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഉടനെ മാർക്ക് ഇടണമെന്നില്ല. കാൻഡിഡേറ്റ്സ് വുഡ് ഡു വെൽ ടു ആൻഡ് വേർഡ് ബിക്കോസ് അത് എന്തുകൊണ്ട് ക്യാഷ് സെയിൽസ് അങ്ങനെ എന്താ ക്യാഷ് സെയിൽസ് കാരണം അത് മണി ലോണ്ടറിങ്ങിന്റെ ഇൻഡിക്കേഷൻ വെച്ച് പറയണം. ക്യാഷ് സെയിൽസ് എന്താ ക്യാഷ് സെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മണി ലോണ്ടറിങ് ഉണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ക്യാഷ് സെയിൽസ് കാരണം എന്താ ഇല്ലെജിറ്റിമേറ്റ് മണി മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഇല്ലെജിറ്റിമേറ്റ് മണി ഒരു എന്താ പ്ലേസ്മെന്റ് സ്റ്റേജിൽ കാണിക്കാം. ആ മിക്സ് ചെയ്ത് ഇല്ലെജിറ്റിമേറ്റ് മണി നമ്മൾ ലെയറിംഗ് സ്റ്റേജിൽ ഓസീസിലേക്ക് അയച്ചു. അങ്ങനെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയണം. Sales are 75% this is potential indicator of money laundering because cash based sales are harder to trace. അങ്ങനെ എടുത്തു പറയണം എന്താ കാരണം എന്ന് പറയാൻ. ഈവൻ സ്ട്രോങ്ങർ ആൻസർ വുഡ് ബി ടു ട്രേസ് ദിസ് ബാക്ക് ടു സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിംഗ്. സ്റ്റേജസ് ഓഫ് മണി ലോണ്ടറിംഗ് പറയുന്നതാണ് ഏറ്റവും നല്ല ആൻസർ. സോ വാട്ട് ടു ദെയർ ആൻസർ, ദിസ് മീൻസ് an additional cash can be introduced.
alongside the genuine sales, this would represent the placement stage of money laundering. Another mistake candidates often made in the part of the question was to discuss the risk of employee fraud. അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല, കാരണം മണി ലോണ്ടറിംഗ് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ എത്തിക്കലും പിന്നെ മറ്റ് ഓഡിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കും പറയേണ്ട ആവശ്യമില്ല. പിന്നെ പാർട്ട് ബി വാസ് റിക്വയർമെന്റ് ഡിസ്കസ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂ, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. ഞാൻ പിന്നെ പറഞ്ഞുതരാം. 3 മാർക്ക് മണി ലോണ്ടറിംഗ്. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ മണി ലോണ്ടറിംഗ്, ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. മറ്റേ എന്താ മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ വേണം, സെയിം എല്ലാം ഒരു വ്യത്യാസവും ഇല്ല. Person Go should have an established money laundering program within the firm as part of the money laundering office and with appropriate level of experience and seniority. The audit firm should also have established internal reporting lines വേണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ പഠിച്ചത് തന്നെ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കണം. Should be followed to report any suspicion. Thomas and Co will probably have a standard form which should be used to report suspicion to money laundering officer. Typical content of the internal report on the suspected money laundering may be നെയിം ഓഫ് ദ സസ്പെക്ട്. നമ്മൾ കഴിഞ്ഞ തവണ വായിച്ച സെയിം സാധനം, നെയിം ഓഫ് ദ സസ്പെക്ട് വേണം, എമൗണ്ട് വേണം, റീസൺ നമുക്ക് തോന്നാനുള്ള കാരണം, അത് ആ മണി എങ്ങോട്ടാ പോയെന്നുള്ളത്, പിന്നെ അതിന്റെ ഫർദർ ഡീറ്റെയിൽസ്. അപ്പം ഇന്റേണൽ പോളിസീസ് would have been set to ensure that the pertinent information is captured in this standard report. Any individual in the audit firm who has suspicion of the money laundering activities is required to disclose this suspicion. അവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെ റിപ്പോർട്ടിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. The report must be done as soon as possible, as any disclosure or failure to report such suspicion will constitute an offense of money laundering. Tipping of കുറിച്ചും പറയുന്നത് എപ്പോഴും നല്ലതായിരിക്കും. The receipt of internal report, the MLR must consider all the circumstances surrounding the suspicion of the money laundering activities, documenting this process and decide whether to report the suspicion to the appropriate external authorities. The audit firm has a legal duty to report, even though this may conflict with the audit firm's duty of confidentiality. It will be awarded to other relevant answers. Corrected answer ഇല്ല, ഞാൻ പറഞ്ഞില്ല ട്രിപ്പിളായിരിക്കും. ഒരു പി ലെവലിൽ അങ്ങനെ കറക്റ്റ് ആൻസർ ഇല്ല, നമ്മൾ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ നമ്മൾ പറയുന്നതായിരിക്കും ആൻസർ. Evaluation of possible indicators, same cash intensive business ആണ് internal property transaction. Money laundering is a process by which money laundering ന്റെ basic definition, legitimate money, criminal activities എന്ന് വരുന്ന മണി എന്താണ് നമ്മൾ legitimate മണിയുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതാണ് circumstances, cash intensive business. Clean has a high level of cash sales high ആണ്, cash based sales ആണ്. The nature of the business therefore creates a significant risk that illicit cash funds are being passed off as legitimate sales. More specifically, Mr. Blacker's sale of the business associated for 33,000 may be an example of placement of illegal fund, illegal money അതിലേക്ക് പ്ലേസ് ചെയ്ത് പുള്ളി സെയിൽസ് ഫിഗർ കൂടുതലായിട്ട് കാണിക്കുക. The size of the transaction in a business selling cleaning products $30,000. അപ്പോൾ അപ്പോഴേ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി അത്രയും സെയിൽസ് ഡെവലപ്പ് ചെയ്തെന്ന് കാണുമ്പോഴേ നമുക്ക് സസ്പീഷൻ എന്താ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ഗസ് ചെയ്യാമല്ലോ. International property transaction. The performance of Mr. Blacker's personal taxation computation has identified a significant number of transactions, including purchase and sale of properties in internal locations. These transactions may be an example of real estate laundering by Mr. Blackers in his personal affairs. It is possible that he may be purchasing these properties with a legal fund and then selling them to make the എന്നുവെച്ചാൽ നമ്മൾ ഇല്ലെജിറ്റിമേറ്റ് പണി കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു, നമ്മൾ അത് സെല്ല് ചെയ്യുന്നു, ആ പൈസ നമ്മളിപ്പം എന്താ പ്രോപ്പർട്ടി ബിസിനസ്സിൽ കൂടെ നമ്മൾ പൈസ ഉണ്ടാക്കിയാന്ന് എല്ലാവരും വിശ്വസിച്ചോളും, പ്രത്യേകിച്ച് ഒരു റിസ്ക് ഒന്നും വരുന്നില്ല. ഇത്രയുള്ള സംഭവം. അതോടെ മണി ലോണ്ടറിങ്ങിന്റെ 3 പ്രോസസ്സും കഴിഞ്ഞു. ഇത്രയുള്ള മണി ലോണ്ടറിങ്ങിന്റെ സംഭവം എല്ലാം. മണി ലോണ്ടറിങ്ങിന്റെ ഇതിനപ്പുറം മണി ലോണ്ടറിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ യാതൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഈ കിറ്റില് മൊത്തത്തിൽ വന്നേക്കുന്ന 3 ക്വസ്റ്റ്യൻ, നിങ്ങൾ ആ 3 ക്വസ്റ്റ്യൻ കണ്ടില്ല, 3 ക്വസ്റ്റ്യനിലും ഒരേ കണ്ടന്റ്, ഒരേ പോർഷൻ, ഒരേ ഇൻഡിക്കേറ്റേഴ്സ്, ക്യാഷ്, ഓസീസ്, കോൺട്രാക്ട്. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യനും മണി ലോണ്ടറിങ് വരത്തില്ല, അത് ഉറപ്പാണ്. അപ്പൊ എങ്ങനെ പോയാലും എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്, എങ്ങനെ പോയാലും 7 മാർക്കല്ലേ 8 മാർക്ക്, അതിൽ കൂടാനും പറയാൻ സാധ്യതയില്ല. പിന്നെ പ്രൊഫഷണൽ മാർക്ക് കൂടെ വരുമ്പോൾ നല്ലൊരു എന്താ പെർസെന്റേജ് ഓഫ് മാർക്ക് വരും. അപ്പം തന്നെ വേണ്ടത് ഒറ്റ പോർഷൻ കവർ ആയപ്പോൾ തന്നെ 10-12 മാർക്ക് സുഖമായിട്ട് കിട്ടി. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ബാക്കി പോർഷൻസ് ഞാൻ നോക്കട്ടെ, ഞാൻ എത്രയും പെട്ടെന്ന് ബാക്കിയും കൂടെ എങ്ങനെയും കവർ ചെയ്തിടാൻ നോക്കാം. കാരണം ഞാനിപ്പോ ഇത് ധൃതി പിടിച്ചിട്ടെന്ന് വെച്ചാൽ 20 ദിവസം കൂടുതൽ ക്ലാസ്സുള്ളൂ, അപ്പം എങ്ങനെയും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
ഇട്ടതല്ലേ, അത് ഇപ്പൊ ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയായി പോയത്. പിന്നെ അതല്ല, ഇപ്പം ഇത്രയും ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്താണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു ജനറലായിട്ട് ഞാൻ ഫോളോ ചെയ്ത ഒരു സ്റ്റഡി പാറ്റേൺ ആണ് ഇത്. എന്നുവെച്ചാൽ ഇപ്പൊ നാളത്തെ ഡേറ്റ് തൊട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. 17 to 18, 17 തൊട്ടെന്ന് വെച്ചാൽ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ റിവിഷൻ കിറ്റ്, ഇപ്പൊ എന്റെ ഇരിക്കുന്ന റിവിഷൻ കിറ്റ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 116 പേജ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, ഞാനെന്ന് പറയുമ്പോൾ എത്ര ദിവസം കൊണ്ട് തീർക്കാവുന്ന, ഞാൻ പേജിന്റെ എണ്ണം എടുത്ത് എത്ര ദിവസം കൊണ്ട് തീർക്കാവുന്ന ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഒരു 2 റൗണ്ട് ഇത് കഴിയും. അത്രേ ഉള്ളൂ. അതാണ് എന്റെ ഈ 2 സംഭവം വരത്തുള്ളൂ. ഞാൻ മെയിൻലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റിവിഷൻ കിറ്റും പിന്നെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ടൈപ്പിംഗ് സ്പീഡിന് വേണ്ടിയിട്ട് ചെയ്യാമല്ലോ. അത് അതേ വലിയ നോളജ് ഗെയിനിങ് ആയിട്ടൊന്നും ഞാൻ നോക്കാറില്ല. പിന്നെ ഫെബ്രുവരി 17, അതാണ് നാളെ റിവിഷൻ കിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ 116 പേജ്. 116 പേജ് 10 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ 12 പേജ്. 12 പേജ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ, ഒരു 8 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് ഒരു ദിവസം വരത്തുള്ളൂ മാക്സിമം. ചിലതൊക്കെ അത്രയും പോലും വരത്തില്ല, ചിലതൊക്കെ 3-4 ക്വസ്റ്റ്യൻ വരും. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പേജിന്റെ എണ്ണം കൂടി വരും. ഒരു ക്വസ്റ്റ്യൻ തന്നെ 3-4 പേജൊക്കെ വരും. അത് ഏറ്റവും നല്ലത്. അങ്ങനെ അത് തീരുവാണെങ്കിൽ ഒരു 26 ആകുമ്പോഴത്തേന് നിങ്ങളെ റിവിഷൻ കിറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഫെബ്രുവരി 26. അതിന് മുമ്പ് തീർത്താൽ അത്രയും നല്ലത്. ഇപ്പൊ എന്റെ ഒരു മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത്രേ ഉള്ളൂ. ഞാനൊരു അതിൽ കൂടുതൽ മെനക്കെട്ടിരിക്കാറില്ല. പിന്നെ പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ തീർന്നു. പിന്നെ ഫെബ്രുവരി 27 തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒന്നും മനസ്സിലാകത്തില്ല. സത്യം എനിക്ക് ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. എന്നുവെച്ചാൽ അതുപോലെ വിഷമമായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ സമയം കളഞ്ഞുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം വായിക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യം വായിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കുറച്ചൊക്കെ ഓർമ്മ നിൽക്കും. രണ്ടാമത് വായിക്കുമ്പോഴാണ് നമുക്ക് ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നൊരു ഓർമ്മ മനസ്സിലുണ്ട്. അപ്പൊ നമുക്ക് എന്താ അടുത്ത തവണ എങ്ങനെയൊക്കെ ക്ലിക്കാവും. അത് ഈ ഒരു ബേസിക് ആദ്യം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ അതൊന്ന് മനസ്സിലായി. രണ്ടാമത് നമ്മൾ ആ കിറ്റ് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയപ്പം ആ സിറ്റുവേഷൻ കുറച്ചൊക്കെ മനസ്സിലായി. പിന്നെ അത് മൂന്നാമത് പിന്നെ നമ്മളിത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അപ്പൊ ഈ സിറ്റുവേഷനോടെ കാണുമ്പോൾ 3 തവണ നമ്മുടെ മനസ്സിൽ കൂടെ ഇത് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഓർമ്മ വരും. അപ്പൊ മാർച്ച് 2-നുള്ളിൽ അത് തീർത്ത് അതിന്റെ ഡേയ്സ് 5 ദിവസം കൊണ്ട് 24 പേജിൽ ചേർക്കണം എന്ന് പറയുമ്പോൾ പക്ഷെ കുറച്ചുകൂടെ പെട്ടെന്ന് തീരും. എന്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തീരും. കാരണം ആദ്യം വായിച്ചതിന്റെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. തീർത്തില്ലേലും ഇതിപ്പം കറക്റ്റ് കുറച്ച് പാടാണ്, എന്നാലും മാക്സിമം ശ്രമിച്ചു നോക്കുക. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയേഷൻ വന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു എത്രയും ദിവസം പിടിക്കുന്നു അത്രയും നമുക്ക് ഇവിടെ മെച്ചം കിട്ടും, കുറച്ചുകൂടി ഒരു തരം അണ്ടർസ്റ്റാൻഡിങ്ങിന്. പിന്നെ അവസാനത്തെ ഒരു 2-3 ദിവസം, മാർച്ച് 3-4, 6-ാം തീയതിയാണ് എക്സാം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ മാർച്ച് 3-4 എന്ന് വെച്ചാൽ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഇത് 12-13 ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു പ്ലാറ്റ്ഫോമിൽ. അത് ഈ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് ഒരു എന്ന് വെച്ചാൽ കുത്തിയിരുന്ന് ചെയ്യണമെന്നല്ല. ഇപ്പം 3 മണിക്കൂർ വെച്ച് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് റിയൽ മറ്റേ ആ പ്ലാറ്റ്ഫോമിൽ കയറി ടൈമർ വെച്ചാൽ 3 മണിക്കൂറിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുത്തിയിരുന്ന് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളൊന്നും അടിച്ചു പോയെങ്കിൽ പിന്നെ ആ കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ആ സെയിം എക്സാം കണ്ടീഷനിൽ ഇരുന്ന് ചെയ്യുന്നത് തന്നെ എനിക്ക് ഏറ്റവും നല്ലത്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങനെ തീർക്കും. ഒരു ദിവസം ഒരു രാവിലെ 1, ഉച്ചയ്ക്കൊന്ന്, വൈകിട്ടൊന്ന് 3 വെച്ച് തീർത്താലും 2 ദിവസം കൊണ്ട് 6 തീരും. പിന്നെ പാതിയേ ഉള്ളൂ. മിക്കവാറും ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്ന എല്ലാം നമ്മൾ റിവിഷൻ കിറ്റ് കവർ ആയിരിക്കുന്നതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ മാർച്ച് 5-ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് അതിന്റെ തൊട്ട് തലേന്ന് ഒരു ക്വസ്റ്റ്യൻ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താ, നിങ്ങൾ ഓവർ സ്ട്രെയിൻ എടുക്കാതിരിക്കുക. എന്താ, നിങ്ങൾ അതിന്റെ തലേന്ന് കുത്തിയിരുന്ന് പഠിച്ചാൽ നമ്മളുള്ള എല്ലാം കൂടെ വന്നിട്ട് മറന്നു പോവുക എന്നുള്ളൊരു ഇതേ വരത്തുള്ളൂ. ഞാൻ മിക്കവാറും മാക്സിമം തലേന്നൊന്നും പഠിക്കാൻ നിൽക്കത്തില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കി വെക്കുക. പിന്നെ നേരത്തെ കയറി കിടന്നുറങ്ങുക. അന്ന് രാത്രി ഇരുന്ന് കുത്തിയിരുന്ന് മെനക്കെട്ടിരുന്ന് പഠിക്കാൻ നോക്കാതിരിക്കുക. പിന്നെ അന്ന് രാവിലെ എഴുന്നേക്കാൻ നോക്കുക. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് രാവിലത്തെ പഠിത്തം. എനിക്കങ്ങനെ രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കാൻ പറ്റത്തില്ല. എനിക്ക് രാത്രി ഉറക്കാതിരിക്കാനേ പറ്റത്തില്ല. എനിക്ക് രാവിലെ എത്ര നേരത്തെ വേണേലും എഴുന്നേക്കാം. അപ്പം ഞാൻ പറയുമ്പോൾ മാക്സിമം രാവിലെ എഴുന്നേക്കും. ഇപ്പൊ ഈ ഒരു ഞാനിപ്പോ ഫോളോ ചെയ്യുന്നതാണേലും ഇപ്പൊ 20 ദിവസമാണെങ്കിലും ഞാൻ മാക്സിമം രാവിലെ എഴുന്നേറ്റായിരിക്കും പഠിക്കുന്നത്. അല്ല രാത്രി കുത്തിയിരുന്ന് മെനക്കെട്ടൊന്നും പഠിക്കത്തില്ല. രാവിലെ ആകുമ്പോൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് കുറവല്ലേ. എന്ന് വെച്ചാൽ ഫോൺ അങ്ങനെ ഉപയോഗിക്കത്തില്ല. ഫോൺ ഉറക്കപ്പിച്ചലായപ്പോൾ എത്ര ഫോണൊന്നും ഉപയോഗിക്കത്തില്ല.
പിന്നെ മെസ്സേജ് അയക്കാൻ അത്രയും ആൾക്കാരൊന്നും ഇല്ല, നോട്ടിഫിക്കേഷൻസും കുറവാണ്. നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോൺ എടുത്ത് നോക്കുന്നത്. അപ്പൊ ഞാൻ മാക്സിമം രാവിലെ രാവിലെ എഴുന്നേറ്റ് അന്നേരം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. ഈ ഇത്രയും ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാത്രി എത്ര നേരത്തെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോ. പിന്നെ ടോപ്പിക് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുവെച്ചാൽ രാവിലെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക. പിന്നെ റിവൈസ് ചെയ്യും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ക്വസ്റ്റിന്. പിന്നെ അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ടോപ്പിക്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ ട്രാവൽ ചെയ്യത്തില്ല. മിക്കവാറുള്ളവരെല്ലാവരും സെൻറ്റർ എടുക്കുന്നതൊന്നും ഈ ട്രിവാൻഡ്രം അല്ലെ കൊച്ചി, കോഴിക്കോട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മാക്സിമം പഠിക്കാതിരിക്കുക നോക്കുക. എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാതിരിക്കാൻ നോക്കുക. വീട്ടിൽ ഇരിക്കുമ്പോൾ പഠിച്ചു, വീട്ടിൽ നിന്ന് നമ്മൾ ട്രാവലിംഗ് തുടങ്ങിയാൽ പിന്നെ പഠിത്തം അത്ര നല്ലതല്ല. ഞാൻ പിന്നെ തുറന്നു നോക്കത്തില്ല. എന്നുവെച്ചാൽ ബുക്ക് എടുത്ത് ചുമ്മാ കൈ വെച്ചേക്കും, പക്ഷെ നടക്കത്തില്ല, പഠിത്തം നടക്കത്തില്ല. പിന്നെ എന്താ മാക്സിമം ഫ്രണ്ട്സിന്റെ കൂടെ എക്സാമിന് പോകുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും എന്ന് വെച്ചാൽ കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും. പിന്നെ എന്താ നമുക്കും ഒരു പേടി കാണും. എന്താ നമ്മൾ ഇങ്ങനെ ചില്ലായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കാറിലൊക്കെ ചില്ലായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർക്കും ഒരു എന്താ ഭയങ്കര ഒരു എന്താ നീ നോക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വരും. അതേസമയം ഞാനാണ് എപ്പോഴും കൂട്ടുകാരോടെ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ കൂട്ടുകാരാകുമ്പോൾ സംസാരിച്ച് ഭാഷയൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേന് ആ മൈൻഡും അങ്ങ് മാറും. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ ആദ്യ ടെൻഷൻ അങ്ങനെ അങ്ങ് പോയി കിട്ടും. പിന്നെ അവിടെ ചെന്ന് ഈ ലാസ്റ്റ് മിനിറ്റ് ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ലാസ്റ്റ് മിനിറ്റ് ഒരു വായിച്ചു നോട്ടം ഉണ്ടല്ലോ, അതും അവോയ്ഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. കാരണം ഇത്രയും നാൾ നമ്മൾ പഠിക്കാത്ത ഒന്നും എന്തായാലും ആ ഒരു ലാസ്റ്റ് 5-6 മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അന്നേരം ഞാൻ പറഞ്ഞിട്ട് മാക്സിമം അവിടെ ഇരിക്കുന്ന അത്രയും ടൈം എന്തുവാ മാക്സിമം എന്തായാലും നമ്മൾ ഇന്നെ റിലാക്സ് ആകുന്ന എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്താ ഡീപ് റെസ്റ്റ് എടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആ സമയം ഇരുന്ന് അതുമല്ല നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിച്ചോടിച്ച് നോക്കരുത്. നമ്മൾ പഠിച്ച എല്ലാം കൂടെ ആ ഒരു എക്സാമിന്റെ ആ ഒരു സമയത്ത് ഇരുന്ന് ഓടിച്ചോടിച്ച് നോക്കാൻ എല്ലാം കൂടെ കുഴഞ്ഞാൽ വരുവായി പോകും. അതേസമയം നമ്മൾ ചില്ലായിട്ടൊക്കെ ഇരുന്ന് വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും റിലാക്സ് ആകും. പിന്നെ അന്നേരം ആലോചിക്കുമ്പോൾ ആ ടോപ്പിക് അന്നേരം തന്നെ വരും. ഇല്ലേ നമ്മൾ ഇതെല്ലാം കൂടെ കുഴച്ച് മറിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും മനസ്സിലോട്ട് വരും. അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. പിന്നെ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ മാക്സിമം നാളെ മറ്റന്നാളോട്ടൊക്കെ ഇടാൻ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്കിത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം പറയാൻ കാര്യം. പ്രത്യേകിച്ച് ട്രിപ്പിളയുടെ ഒരു കാര്യത്തിൽ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉള്ളൂ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.